ജോൺസൺ ഡാനിയൽ സർ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കും. ഒത്തിരി ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട്. സുഖമായിട്ടിരിക്കും സാർ, സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പൊ പുതിയ ആൾക്കാരെ കാണുമ്പോ അവരോടൊക്കെ ലോഹ്യങ്ങൾ അത് ചോദിക്കും. വേണമല്ലോ, അത് വേണമല്ലോ. വിജയം ബ്രദർ സുഖമായിട്ടിരിക്കുന്നല്ലോ? തോമസ് മാത്യു പാസ്റ്റർ, എന്താണ് സാറേ? ദൈവകൃപയാ സുഖമായിട്ടിരിക്കുന്നു. അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? നമ്മുടെ മത്തായി സാറിന് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? മത്തായി സാറ് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോ വയറിനൊരു ചെറിയ വേദന ഉണ്ടെന്ന് പറഞ്ഞു. ചെറിയ വേദന ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഈ മാസം ക്ലാസ് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ മാസം ഒന്ന് റെസ്റ്റ് എടുക്കണം പുള്ളി, കാരണം ഒത്തിരി സംസാരിച്ച വയറ് വലിയല്ലോ. അതുകൊണ്ട് ഇത് 2 ആഴ്ചയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു 2 ആഴ്ച വേണ്ട, ഈ മാസം എടുക്കണ്ടെന്ന് പറഞ്ഞു. അടുത്ത മാസം തൊട്ട് ക്ലാസ് ഒക്കെ എടുക്കും. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒരുപാട് സംസാരിക്കും, അതുകൊണ്ടാണ് വിളിക്കാത്തത്. അത് തന്നെ. ഞാൻ ഹോസ്പിറ്റലിൽ കാണാൻ ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഓടുമായിരുന്നു. മതി സംസാരിച്ചെന്ന് പറയുക. ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ 3-ാം ദിവസം കാണാൻ ചെന്നതാ. പുള്ളി അങ്ങ് സംസാരിക്കുക. ഞാൻ പ്രാച്ചമിണ്ടായി എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് സ്ഥലം വിട്ടു. പുള്ളി സംസാരപ്രിയനാണല്ലോ. എബി മാത്യു, ദിയ പ്രിന്റിംഗ് പ്രസ്, കോന്നി. സുഖമായിട്ടിരിക്കുന്നല്ലോ? സാറേ സുഖമായിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അജയ് ശേഷിദാസ് പ്രാർത്ഥിച്ചാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നല്ല സമയത്തിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, പ്ലാറ്റ്ഫോമിൽ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ, അങ്ങയുടെ സത്യവചനത്തെ കർത്താവ് ഗ്രഹിപ്പാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഇടയാക്കിയ ഒരു സാഹചര്യത്തിനായി നദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം പഠിപ്പിക്കുന്ന അങ്ങയുടെ ദാസനായി സ്തോത്രം. ഹല്ലേലൂയ ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി തരുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ പ്ലാറ്റ്ഫോമിൽ വിദ്യാർത്ഥികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഒരു ഹൃദയത്തോടെ, ഒരു മനമോടെ കർത്താവെ അങ്ങയുടെ നാമത്തെ കുറിച്ച് കർത്താവെ പഠിക്കുവാൻ, അങ്ങയെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ, അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. വീണ്ടും കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തിക്കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ തന്നെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കർത്താവിന്റെ വിലപ്പെട്ട ദാസീദാസന്മാർക്കും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ദ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് 4-ാമത്തെ ക്ലാസ് ആണ്. യേശു ക്രിസ്തു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനും. ജീസസ് ഈസ് ട്രൂ ഗോഡ് ആൻഡ് ട്രൂ മാൻ. ആ വിഷയത്തിൽ യേശു യഥാർത്ഥ മനുഷ്യനാണ് എന്നുള്ള ആ കാര്യം ആദ്യം നമ്മൾ പഠിച്ചു. മനുഷ്യത്വം സ്ഥാപിക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ അത് വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ യേശു ദൈവപുത്രൻ മനുഷ്യനായി തീരേണ്ടതിൻ്റെ അനിവാര്യത, ഇനവിറ്റബിലിറ്റി, അത് സംബന്ധിച്ച് നമ്മൾ പഠിച്ചിരുന്നു. തുടർന്ന് യേശുവിൻ്റെ ദൈവത്വം സംബന്ധിച്ച് ഇന്ന് പലരും പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വരെ ഒരു കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു സഭയിൽ നടന്നൊരു ഡിസ്കഷനാണ്, ഒരു സെമിനാറിൻ്റെ ടോപ്പിക്കാണ് യേശു ദൈവമോ എന്നും പറഞ്ഞു. ഞാനത് സംഘടിപ്പിച്ച ദേവദാസനോട് എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തി ഞാൻ സംസാരിച്ചിരുന്നു. ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല യേശു ദൈവമാണ്. യേശു ദൈവമാണ് എന്ന് ദൈവവചനത്തിൽ തന്നെ പറയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിരവധി വചനഭാഗങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, സങ്കീർത്തനത്തിൽ നിന്ന്, അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്ന്, പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന്, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒക്കെ തിയോസ് എന്നുള്ള ആ നാമം, സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിന്റെ ആ നാമം, തിയോസ് എന്ന നാമം തന്നെ സ്പഷ്ടമായി പറയുന്ന വചനഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി.
തുടർന്ന് ജീസസ് ഇസ് ലോർഡ്, യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നു. കർത്താവെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരർത്ഥത്തിലല്ല അപ്പോസ്തലന്മാര് പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റുജന്റ് ബൈബിളിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷ അതായിരുന്നു ക്രിസ്തുവും യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും കൈകാര്യം ചെയ്തിരുന്നത്. അതിലൊക്കെയും ടെട്രാഗ്രാമറ്റോൺ അല്ലെങ്കിൽ പവിത്രമായ 4 അക്ഷരങ്ങൾ യോദ് ഹേ വൗ ഹേ, ദൈവത്തിന്റെ ആ പവിത്രമായ നാമം, ആ നാമത്തെ സെപ്റ്റുജന്റിലേക്ക് പരിഭാഷ, എബ്രായ ഭാഷയിൽ നിന്ന് സെപ്റ്റുജന്റിലേക്ക് പരിഭാഷ ചെയ്തപ്പോൾ കുറിയോസ് എന്നുള്ള പദമാണ് പഴയ നിയമത്തിൽ അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്, സെപ്റ്റുജന്റ് ഗ്രീക്ക് പരിഭാഷയിൽ. അപ്പോൾ പൗലോസ് അല്ലെങ്കിൽ പത്രോസ് അല്ലെങ്കിൽ യോഹന്നാൻ യേശുവിനെ കർത്താവെന്ന് പറയുമ്പോൾ, അല്ലെ തോമസ് കർത്താവെന്ന് പറയുമ്പോൾ അവരർത്ഥമാക്കുന്നത് പഴയ നിയമത്തിൽ ആ ദൈവത്തിന് കൊടുത്തിരുന്ന ആ മഹത്തായ ആ നാമമാണ് യേശു എന്നാണ്. മൂന്നാമത് ഞാനാകുന്നു, അയാമെന്ന വിശേഷനാമം, യഹിയെ അസർ യഹിയെ. പ്രമാണപുസ്തകം 3-ാം അധ്യായത്തിൽ മോശയ്ക്ക് വെളിപ്പെടുത്തിയ ആ നാമം അയാം, ദാറ്റ് അയാം, ആ വിശേഷനാമം യേശു തന്നെ കുറിച്ച് പറയുവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ സ്ലൈഡ് കണ്ടതാണ്. ബിഫോർ അബ്രഹാം വാസ് ഐ ആം എന്ന് യോഹന്നാന്റെ സുവിശേഷം 8:58 പറയുമ്പോൾ അവിടുന്ന് ദൈവമാണെന്ന് ക്ലെയിം ചെയ്യുകയാണെന്നുള്ളത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുകയാണെന്ന് അറിഞ്ഞ് യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു, ദൈവദൂഷണം എന്ന് പറഞ്ഞ്. കാരണം അവർക്കറിയാം അയാം എന്നുള്ള ടൈറ്റിൽ ദൈവമാണെന്നുള്ള പ്രഖ്യാപനമാണ്. 4-മത് നമ്മൾ കണ്ടത് ടൈറ്റിൽ ഓഫ് സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന വിശേഷനാമം, മനുഷ്യപുത്രൻ എന്ന ആ ടൈറ്റിൽ ചിലരെ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ മനുഷ്യപുത്ര എന്ന് ചിലരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യപുത്രൻ എന്നുള്ള ആ ടൈറ്റിൽ അത് ദൈവത്വത്തെ കാണിക്കുന്നതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് താൻ മനുഷ്യപുത്രനാകുന്നു എന്ന് പറയുമ്പോൾ മഹാപുരോഹിതനായ കയ്യഫാസ് പറയുകയാണ്, ഇനി സാക്ഷികളെ കൊണ്ട് എന്താ ആവശ്യം? ഇവൻ താൻ ദൈവമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇവൻ ദൈവദൂഷണം പറയുന്നു. കാരണം മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നത് നീ കാണും, ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് കാണും എന്ന് പറയുമ്പോൾ ദാനിയേൽ കണ്ട ആ ദർശനത്തിലെ ആ കാര്യമാണ് പറയുന്നത്. ആ മനുഷ്യപുത്രൻ ഞാനാണെന്ന യേശു പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ മലയാളം ബൈബിളിൽ വയോധികനായവന്റെ അടുക്കൽ മനുഷ്യപുത്രൻ വരുന്നതായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വയോധികൻ എന്നല്ല, അവിടെ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, പുരാതനനായവൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗം. സെപ്റ്റുജന്റിൽ അല്ലെങ്കിൽ ഗ്രീക്ക് പരിഭാഷയിൽ സർവശക്തൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് കർത്താവ് കയ്യഫാസിനോട് പറയുന്നത്. സർവശക്തന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന മനുഷ്യപുത്രൻ എന്ന് പറയുന്നില്ലേ, അത് ഞാനാണ്. മനുഷ്യപുത്രൻ എന്നുള്ള ആ വിശേഷ നാമം സൂചിപ്പിക്കുന്നത് യേശുവിന്റെ ദൈവത്വത്തെയാണ്. 5-മത് നമ്മൾ പറഞ്ഞത് there was authority and power in his words. അവന്റെ വാക്കുകളിൽ അധികാരവും ശക്തിയും ഉണ്ടായിരുന്നു. സുവിശേഷം 7-ാം അധ്യായം അവസാനിക്കുമ്പോൾ ആ ഗിരിപ്രഭാഷണത്തിന്റെ അവസാന ഭാഗം കേട്ടിട്ട് ജനം പറയുന്നുണ്ട്, ഇവൻ സംസാരിക്കുന്ന പോലെ ആരും സംസാരിച്ച് കേട്ടിട്ടില്ല, അധികാരമുണ്ട്, ശക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തില് യേശുവിനെ പിടിച്ചുകൊണ്ടുവരാൻ പോയ ചേവകരും മടങ്ങി വന്നിട്ട് പറയുന്ന അതാണ്. യേശുവിന്റെ വാക്ക് കേട്ടവർ അധികാരത്തോടെയും ശക്തിയോടെയും യേശു സംസാരിക്കുന്നത് കേട്ടിരുന്നു. ഇങ്ങനെ ഈ കാര്യങ്ങൾ പ്രസ്താവിച്ച ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാനമായിട്ട് പറഞ്ഞത് ദൈവത്തിന് മാത്രമായുള്ള ഡിവൈൻ ആട്രിബ്യൂട്ട്സ്, ദൈവിക ഗുണവിശേഷങ്ങൾ, അവയിൽ ചിലത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നിങ്ങൾ അതൊന്ന് എഴുതി കാണിക്കുവാൻ പറഞ്ഞു. ഞാനിത് ഇന്ന് എഴുതിയിട്ടുണ്ട്. ഓംനിപൊട്ടൻസ്, ദൈവത്തിന് മാത്രമേ ഉള്ളൂ. സർവശക്തിത്വം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമുള്ള കഴിവാണ്. സർവശക്തനായ ദൈവമാണ്. സർവജ്ഞത്വം, സർവജ്ഞനായ ദൈവമാണ്. സകലതും അറിയുന്നവനാണ്. ഒപ്നീസിയൻസ്,
യേശുവിന്റെ സർവശക്തിത്വത്തെ പറ്റി നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലും മർക്കോസ് 4-ാം അധ്യായത്തിലുമാണെന്ന് തോന്നുന്നു. യേശു കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കുന്നുണ്ട്. ശിഷ്യന്മാർ പോലും അതിശയിക്കുകയാണ്, ഈ കാറ്റും കടലും എല്ലാം പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. യേശുവിന്റെ സർവശക്തിത്വത്തിന്റെ തെളിവായിട്ട് നമുക്കത് കാണുന്നു. സർവജ്ഞത്വം. ഫിലിപ്പ് വിളിച്ചുകൊണ്ട് വരുന്ന നദനയേലിനെ കാണുന്ന ഉടനെ അവൻ അത്തിയുടെ ചോട്ടിൽ ഇരുന്നപ്പോ തൊട്ടുള്ള അവന്റെ ചരിത്രവും അവൻ ആരാണെന്നുള്ളതും അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥ അതുപോലെ യേശു വിളിച്ചു പറയുകയാണ്. സർവവ്യാപകത്വം, ഓംനിപ്രസൻസ്, സർവവ്യാപിയായ ദൈവം. യേശു മനുഷ്യനായി ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ സർവവ്യാപിയായിരുന്നോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ചോദിക്കാം. ദൈവം താൻ ലിമിറ്റ് ചെയ്ത്, പരിമിതിയിലേക്ക് ലിമിറ്റ് ചെയ്ത് ഒരു മനുഷ്യനായിട്ടിരിക്കുകയാണ്. എങ്കിലും നമുക്കറിയാം, യേശു പർവ്വതത്തിലേക്ക് കടന്നുപോയി ശിഷ്യന്മാരോട് പറഞ്ഞു പടവ് കയറി പൊക്കൊള്ളാൻ പറഞ്ഞു. ബാക്കി ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാം. 4 യാമം കണ്ടുവലിച്ച് അവര് വലയുകയാണ്. അവരുടെ സർവശക്തിയും കഴിഞ്ഞപ്പോൾ കർത്താവ് തന്റെ സർവവ്യാപകത്വത്തിൽ അവരെ കാണുകയും അവരുടെ അടുക്കലേക്ക് പെട്ടെന്ന് കടന്നു വരികയും ചെയ്യുകയാണ്. അനേക കിലോമീറ്ററുകൾ അവർ പടകിൽ യാത്ര ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവിടേക്ക് നിമിഷ നേരം കൊണ്ട് കർത്താവ് അവിടെ എത്തുകയാണ്. സർവാധികാരം, സോവറൻറ്റി, സർവാധികാരിയായ ദൈവമാണ്. യേശുവിനെ പ്രപഞ്ച ശക്തികൾ മാത്രമല്ല, പിശാച് പോലും യേശുവിനെ കണ്ട് ഭയപ്പെടുകയാണ്. പിശാച് ചോദിക്കുന്നുണ്ട്, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, സമയത്തിന് മുമ്പേ എന്താണ് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നതെന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ പന്നിക്കൂട്ടത്തിലോട്ട് അങ്ങ് പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നു. ദൈവം അനുവദിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ പ്രപഞ്ച ശക്തികളുടെ മേൽ സ്പിരിച്വൽ വേൾഡിലും എല്ലാം അധികാരമുള്ളവനായ ഒരു ദൈവമായി തന്നെ യേശു ഉണ്ടായിരുന്നു. ഇവിടെ അനശ്വരത, ഇമ്മോർട്ടാലിറ്റി, അനശ്വരനായ ദൈവം, അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ പറയുന്നു, ആദിയിൽ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെ യോഹന്നാന്റെ ആദിയും ഉൽപ്പത്തി പുസ്തകത്തിലെ ആദിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. പഴയ സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദി എന്ന് പറയുന്നത് ക്രിയേഷൻ നടന്ന ആ സമയം, when time was created, ആദിയിൽ എന്ന് പറയുമ്പോൾ അവിടെയാണ് സമയത്തിന്റെ ആരംഭം, കാലത്തിന്റെ ആരംഭം. അതൊരു സമയമാണ്. എന്നാൽ യോഹന്നാന്റെ ആദിക്ക് വ്യത്യാസമുണ്ട്. അത് അനാദിയായ സമയമാണ്, പാസ്റ്റ് എറ്റേണിറ്റിയാണ്. From past eternity to future eternity, eternity to eternity, അനശ്വരനായ ദൈവമാണ്, മരണമില്ലാത്തവനായ ദൈവമാണ്. മറ്റൊരു ഡിവൈൻ ആട്രിബ്യൂട്ടാണ് വർത്തി ടു ബി വർഷിപ്ഡ്, ആരാധന സ്വീകരിപ്പാൻ യോഗ്യൻ. നാം കാണുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് അപ്പോസ്തലൻ വരുന്നുണ്ട്. കൊർന്നല്യോസ് കമർന്ന് വീഴുന്നാണ്, നമസ്കരിക്കാൻ തുടങ്ങുന്നുണ്ട്. പറയും, അയ്യോ അരുത്, ഞാൻ എന്നെയല്ല നമസ്കരിക്കുന്നത്, ദൈവത്തെ മാത്രമേ നമസ്കരിക്കാമെന്ന് പറഞ്ഞ് പത്രോസ് വിലക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ എടുത്തവർക്ക് വായിക്കാം. 25-26 വാക്യം. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റു, അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസ്, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രയെന്ന് പറഞ്ഞു. അവനെ എഴുന്നേൽപ്പിച്ചു. അപ്പോസ്തലൻ ആരാധന സ്വീകരിപ്പാൻ അധികാരമില്ല. ഇനി മുന്നോട്ട് പോയിക്ക് 14-ാം അധ്യായത്തിലേക്ക് വരുന്ന ഉടനെ ലുസ്ത്രയിൽ വെച്ച് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുത്തിനെ സൗഖ്യമാക്കി പൗലോസും ബർന്നബാസും. അവിടെ ജനങ്ങളെല്ലാം ഓടി വന്ന് ഇവര് ദേവന്മാര് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ലുക്കവോന്യ ഭാഷയെ നിലവിളിച്ച് അവരുടെ മുൻപിൽ യാഗം കഴിക്കാൻ വരുന്നുടനെ അവര് വിളിച്ചു പറയുന്നത് 14-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 14-15, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം, ഞങ്ങളെ അല്ല ആരാധിക്കേണ്ടത്. പത്രോസ് അത് പറയുന്നു, പൗലോസും ബർന്നബാസും അത് പറയുന്നു. ഇനി പോട്ടെ, അപ്പോസ്തലന്മാരെ എല്ലാം വിടാം. വെളിപ്പാട് പുസ്തകത്തിൽ വരുന്നുടനെ
ഇതാ ഒരു ദൂതൻ പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാന് സകല കാര്യങ്ങളും കാട്ടിക്കൊടുത്ത ദൂതൻ. നമ്മുടെ ബൈബിളിന്റെ ഏറ്റവും അവസാനത്തെ പേജ് എടുത്താൽ നിങ്ങൾക്ക് കാണാം. വെളിപ്പാട് ദിവസം 22-8-9 വാക്യങ്ങൾ. ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന് ഞാൻ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. ദൂതനല്ലേ, ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. അപ്പൊ ദൂതൻ പറയുന്നത് എന്താണ്? എന്നാൽ അവൻ എന്നോട് അതാരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കാം. അപ്പോസ്തലന്മാരെ നമസ്കരിക്കാനൊക്കത്തില്ല, ദൂതന്മാരെ നമസ്കരിക്കാനൊക്കത്തില്ല. എന്നാൽ ഇതാ ഒരുവൻ യേശു ക്രിസ്തു, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ യേശുവിനെ തോമസ് വിളിക്കുന്നത് എന്റെ കർത്താവും ദൈവവുമായുള്ളവേ. ആ വിളി സൂചിപ്പിക്കുന്നത് തന്നെ യോഹന്നാൻ കവിണ്ണ് അവന്റെ കാൽക്കൽ വീണ് എന്തായിരിക്കും വിളിച്ചിരിക്കുന്നത്. സോറി, തോമസ് വിളിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം, പുനരുദ്ധാനം ചെയ്ത കർത്താവിന്റെ കാൽക്കൽ വീണ് ആ സഹോദരിമാര് നമസ്കരിക്കുന്നുണ്ട്. അവിടെയും ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായ കർത്താവ് ആരാധന സ്വീകരിക്കുകയാണ്. എന്നെ അല്ല നമസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞ് കർത്താവ് ആരെയും തടഞ്ഞിട്ടില്ല. അപ്പം ആരാധന സ്വീകരിപ്പാനുള്ള യോഗ്യത അവനുണ്ടായിരുന്നത് കൊണ്ടും, ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സകല ഗോത്രങ്ങളും വംശങ്ങളും എല്ലാവരും കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കുഞ്ഞാടിന്റെ മുൻപിൽ കവണ്ണ് വീഴുന്നത്, 24 മൂപ്പന്മാരും കിരീടം വെച്ചുകൊണ്ട് അവനെ നമസ്കരിക്കുന്ന എല്ലാം വെളിപ്പാട് പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് ഭാവിയിൽ സംഭവിക്കാനുള്ളത്. അപ്പോൾ ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായവനായിരുന്നു യേശു ക്രിസ്തു. ഈ കാര്യങ്ങൾ കൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് എഴുതുവാൻ വേണ്ടി, കേറാൻ താമസിച്ചവർക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്തരം കാര്യങ്ങൾ സ്ലോലി പറഞ്ഞു വന്നത്. ഇനി അടുത്ത വിഷയത്തിലേക്ക് ഞാൻ പോവുകയാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് കരുതുന്നു. പോകാമല്ലോ, പോകാം. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം, അതാണ് ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഹിസ്റ്റോറിക്കൽ സെറ്റിംഗ് ഓഫ് ദ ലൈഫ് ഓഫ് ജീസസ്. യേശുവിന്റെ ജീവിതത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം. അന്നത്തെ യേശു ജീവിച്ച ആ കാലഘട്ടത്തെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ, മതപരമായ അവസ്ഥകളെപ്പറ്റി ഒരു പഠനമാണ് ഇനി നാം നടത്തുവാൻ പോകുന്നത്. ഈ പശ്ചാത്തലങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അന്നത്തെ രാഷ്ട്രീയവും മതപരവുമായ അവസ്ഥ, അന്നത്തെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികമായ അവസ്ഥ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഒന്നാമത്, എബ്രായർ, യഹൂദന്മാരെ പൊതുവെ വിളിച്ചിരുന്നത് എബ്രായർ എന്നാണ്. എബ്രായർ എന്ന് വിളിച്ചിരുന്ന യഹൂദന്മാരിൽ ഒരുവനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ ജനമെടുക്കുന്നത്. എബ്രായർ എന്ന് പറയുന്നത് ആ ജാതിയെ അങ്ങനെ വിളിച്ചിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ രാഷ്ട്രഭാഷ എബ്രായ ഭാഷയായിരുന്നു. യഹൂദന്മാരുടെ രാഷ്ട്രഭാഷ എബ്രായ ഭാഷയായിരുന്നു. എന്നാൽ യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ലിംഗ്വാ ഫ്രാങ്ക, അന്നത്തെ ആ ജനത്തിന്റെ എവരിഡേ ലൈഫിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ എന്ന് പറയുന്നത് അരമായിക്കായിരുന്നു. അരമായിക്. ഒന്നാം നൂറ്റാണ്ടല്ല, അതിന് മുമ്പ് തന്നെ. സർ, അതിനിടയ്ക്ക് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അരമായ ഭാഷയുടെ കാര്യം പറഞ്ഞു. അതായത് ഞാനൊരു ബുക്ക് വായിച്ചിരുന്നു, അരമായ ഭാഷയ്ക്ക് ലിപി ഇല്ലായിരുന്നു, അത് അറബി പോലെയായിരുന്നു എഴുതിയിരുന്നു. നേരാണോ? അരമായിക്ക് സെമറ്റിക് ലാംഗ്വേജ് ആണ്. അരമായിക്കിന്റെ ഒരു വകഭേദമാണെന്ന് സാറൊക്കെ സുറിയാനി, നിങ്ങളുടെ സഭയിൽ സുറിയാനി ഹാൻഡിൽ ചെയ്യാറുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് സുറിയാനി ഇല്ല സാറേ. സുറിയാനി എന്ന് പറയുന്നത് അത് വെസ്റ്റേൺ അരമായിക്കിന്റെ തന്നെ പല ഇതുണ്ട്. വെസ്റ്റേൺ, ഈസ്റ്റേൺ എന്നൊക്കെ പറഞ്ഞുണ്ട് അരമായിക്ക്. അതിന്റെ എന്താണ്, അത് ഒരു സെമറ്റിക് ലാംഗ്വേജ് ആണ്. അത് അറബിക്ക് പോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതുന്ന ഒരു സെമറ്റിക് ലാംഗ്വേജ് ആണ് അരമായിക്ക്. ഈ അരാം എന്ന് പറയുന്നത് ഇന്നത്തെ സിറിയ എന്ന് പറയുന്ന നമ്മുടെ സ്ഥലമുണ്ടല്ലോ,
അതിന് സമീപ പ്രദേശങ്ങളിലുണ്ടായിരുന്ന ആ ഭാഷയും, പിന്നെ അവിടെ ലിംഗ്വ ഫ്രാങ്ക എന്നുള്ള പദത്തിന്റെ അർത്ഥം അറിയാലോ, ഒരു മിശ്ര ഭാഷയാണ് അരമായിക്ക് എന്ന് പറയുന്നത്. ആ ഭാഷ യഹൂദന്മാർ കൂടുതലായിട്ട് കൈകാര്യം, നേരത്തെ തന്നെ അവർ ഉപയോഗിച്ചിരുന്നു. അതിന് കൂടുതൽ ഈ ഇവരുമായിട്ടുള്ള സാമീപ്യം കൊണ്ട് അങ്ങനെ വന്നത്, ഈ അരാമ്യരുമായിട്ടുള്ള സാമീപ്യം കൊണ്ട്. പിന്നീട് ഇവര് പ്രവാസത്തിൽ പോയ ശേഷം, ബാബേൽ പ്രവാസത്തിൽ പോയിട്ട് വന്ന ശേഷം ടോട്ടലി അരമായിക്കായിരുന്നു ആളുകൾ ഉപയോഗിച്ചിരുന്നത്. മനസ്സിലായോ? അവരുടെ ലിപിയെ പറ്റി അത് ഇപ്പോൾ ലിപി ഉണ്ടായിരുന്നു, ലേറ്റസ്റ്റ് നമ്മുടെ കർത്താവിന്റെ സമയത്തും മറ്റും അവർക്ക് ലിപി ഉണ്ടായിരുന്നു. പിന്നീട് അതിന് മുമ്പത്തെ ചരിത്രം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ട് പറയാം. അതിന്റെ ഒരു വകഭേദമാണ് സിറിയക് എന്ന് പറയുന്ന, സുറിയാനി എന്ന് പറയുന്നത്. അത് അരമായിക്കിന്റെ തന്നെ ഒരു വകഭേദമാണ് സുറിയാനി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെമറ്റിക് ലാംഗ്വേജ് ആണ് അത്. യഹൂദന്മാരുൾപ്പെടെ പലസ്തീൻ നാട്ടിലുള്ള സാധാരണ ജനങ്ങൾ അവരുടെ സംസാര ഭാഷയായിരുന്നു അരമായിക്ക്. കർത്താവിന്റെ സമയത്ത് തന്നെ അരമായിക്ക് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ യമന ഭാഷയും ഉണ്ടായിരുന്നു. യമന ഭാഷയുടെ സ്വാധീനം BC 4-ാം നൂറ്റാണ്ട് മുതൽ തന്നെ യമന ഭാഷയുടെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു അവിടെ. യമന ഭാഷയുടെ അതുകൊണ്ടാണല്ലോ BC 3-ാം നൂറ്റാണ്ടിലാണ് ടോളമി ഫിലഡൽഫസ് എന്ന് പറയുന്ന ഒരു അലക്സാണ്ട്രിയയിൽ ചക്രവർത്തി അങ്ങേര് പറഞ്ഞാണ് ഏതാണ്ട് 70ഓളം സ്ക്രൈബ്സ് ചേർന്ന് എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിലേക്ക് പഴയ നിയമത്തിന്റെ പരിഭാഷ നടത്തിയത്. അതാണ് സെപ്റ്റുജന്റ് എന്ന് പറയുന്നത്. അത് അലക്സാണ്ട്രിയയ്ക്ക് സമീപമുള്ള ഫറവോ ഐലൻഡിൽ വെച്ചാണ് അത് നടത്തിയിരിക്കുന്നത്. അപ്പം അത് ഇന്നത്തെ ഇംഗ്ലീഷ് പോലെ ആളുകൾ യൂസ് ചെയ്തിരുന്ന ഒരു ഭാഷയായിരുന്നു അന്ന് യമന ഭാഷ. കാരണം അലക്സാണ്ടറിന്റെ മെയിൻ ലക്ഷ്യം ഗ്രീക്ക് കൾച്ചർ, ഗ്രീക്ക് ലാംഗ്വേജ്, ഗ്രീക്ക് റിലീജിയൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഗ്രീക്ക് ഭാഷയുടെ സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷെ സാധാരണ ജനം, പലസ്തീൻ നാട്ടിലുള്ള സാധാരണ ജനം ഉപയോഗിച്ചിരുന്നത് അരമായിക്കായിരുന്നു. അപ്പോൾ തന്നെ കർത്താവ് ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്നൊക്കെ പറയുന്നതിന് കാരണം ആൽഫയും ഒമേഗയും ഒക്കെ ഗ്രീക്ക് ഭാഷയിലെ ആദ്യത്തെ അവസാനത്തെ അക്ഷരങ്ങളാണ്. അപ്പം അതും അവർക്ക് പരിചിതമായിരുന്നു. ഈ ഇതിലേക്ക് തന്നെ മടങ്ങി വരാം. സാധാരണക്കാരൻ അരമായിക്ക് അവന്റെ ഭാഷയായിരുന്നു. എബ്രായർ എന്ന് പറയുന്നതിന്, എബ്രായ ഭാഷ അല്ലെങ്കിൽ എബ്രായർ എന്ന് പറയുന്ന ആ പേര് ഉണ്ടായത് സംബന്ധിച്ച് പുരാതനമായ പല വാക്കുകളുടെയും ഉൽപ്പത്തി സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നബി എന്നുള്ള വാക്കിന്റെ ഒറിജിനെ പറ്റി തന്നെ പല അനുമാനങ്ങളുണ്ട്. അതുപോലെ എബ്രായർ എന്നുള്ള ആ വാക്ക്, അതിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നോഹയുടെ കൊച്ചുമകനായിരുന്ന അർപ്പക്ഷാദിന്റെ മകൻ ഷേമിന്റെ മകനായ ഏബർ, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 2 ഏബറിന്റെ പേര് പറയുന്നുണ്ട്. നോഹയുടെ മകനായ ഷേമിന്റെ മകനായ അർപ്പക്ഷാദ് താഴോട്ട് വന്നിട്ടാണ് ഏബർ എന്ന് പറയുന്നത്. റെഫറൻസ് എന്ന് പറയാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 14 മുതലുള്ള വാക്യം സവർണ്ണെന്ന് വായിച്ചു പെട്ടെന്നായിട്ട്. ശാലേഹിന് 30 വയസ്സായപ്പോൾ അവൻ ഏബേരിനെ ജനിപ്പിച്ചു. ഏബേരിനെ ജനിപ്പിച്ച ശേഷം ശാലേഹ് 403 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഏബേരിന് 34 വയസ്സായപ്പോൾ അവൻ പേലഗിനെ ജനിപ്പിച്ചു. നോഹയുടെ മകനായ ഷേമിന്റെ വംശാവലിയിൽ ഉണ്ടായിരുന്ന ഒരു പിതാവായിരുന്നു ഏബർ എന്ന് പറയുന്നത്. ഏബറിന്റെ പിന്തുടർച്ചക്കാർ എന്നുള്ള അർത്ഥത്തിലാകാം എബ്രായർ എന്ന് പറയുന്നത് ഒരു ചിന്ത. മറ്റൊരു ചിന്ത, അബാർ എന്ന് പറയുന്ന ഒരു സെമറ്റിക് പദം. അബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പദത്തിന് ടു ക്രോസ് ഓവർ, കുറുകെ കടക്കുക, ഒരു നദി കുറുകെ കടക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അബാർ എന്ന് പറഞ്ഞിരുന്നു. അബാർ എന്ന ആ സെമറ്റിക് പദത്തിൽ നിന്നാണ് എബ്രായർ എന്നുള്ള വാക്കുണ്ടായതെന്നൊരു അഭിപ്രായമുണ്ട്. അബ്രഹാം യൂഫ്രട്ടീസ് നദി കടന്നു വന്നവനാണ്. അതുകൊണ്ട് ആ നദി കടന്നു വന്നവന്റെ തലമുറ എന്നുള്ള അർത്ഥത്തിൽ എബ്രായർ എന്ന് പറയുന്നു. ഇങ്ങനെ 2 ചിന്തകളുണ്ട്. മുന്നോട്ട് പോകാം. അപ്പോൾ ഈ എബ്രായരെ സംബന്ധിച്ചിടത്തോളം അവരൊരു വിശിഷ്ട ജാതിയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. മനസ്സിലാക്കണം. അങ്ങനെ തന്നെയായിരുന്നു. ആവർത്തന പുസ്തകം 7:6 നോട്ട് ചെയ്യുക. ആവർത്തന പുസ്തകം 7:6 അവിടെ ഇങ്ങനെ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു.
ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ യഹൂദന്മാരെ ഇസ്രായേലൈറ്റ്സിനെ സംബന്ധിച്ച് പറയുകയാണ്, നീ ഒരു വിശുദ്ധ ജാതിയാണ്, ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ചോസൺ ജനറേഷൻ ആണല്ലോ, ഒരു റേസാണ് തങ്ങളെന്ന് എബ്രായർ വിശ്വസിച്ചിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി 12-ന്റെ 3-ാം വാക്യം. അപ്പോൾ ആ അബ്രഹാമിനോടുള്ള വാഗ്ദത്ത പ്രകാരം സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായുള്ള വഴി തങ്ങളിലൂടെയാണെന്ന് ഓരോ യഹൂദനും വിശ്വസിച്ചിരുന്നു. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അവരുടെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. തങ്ങളൊരു വിശേഷപ്പെട്ട ജാതിയാണെന്ന് വിശ്വസിച്ചിരുന്നു. സകല ജാതികളുടെ രക്ഷയ്ക്കായുള്ള വഴി തങ്ങളിലൂടെയാണ്. തങ്ങളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ശിമിയോൻ എന്ന് പറഞ്ഞ വൃദ്ധൻ ശിശുവായ യേശുവിനെ കയ്യിലെടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സകല ജാതികൾക്കും വരുവാനുള്ള രക്ഷ എന്റെ കണ്ണ് കണ്ടെന്ന് പറഞ്ഞ് അയാൾ സന്തോഷിക്കുകയാണ്. യോഹന്നാൻ 4:22 നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നു, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. അത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. കർത്താവ് അത് അങ്ങനെ തന്നെ എന്ന് പറയുന്നുണ്ട്. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. റോമാലേഖനം 9:4 റോമർ 9:4 പൗലോസ് ഇസ്രായേലിയരെ പറ്റി പറയുമ്പോൾ, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിന് മീതെ ദൈവമായി എന്നേക്കും മാറ്റപ്പെട്ടവൻ. അപ്പോൾ ഇസ്രായേലിയരുടെ പ്രത്യേക പദവികളെ പറ്റി പൗലോസ് അവിടെ ഊന്നൽ കൊടുത്ത് പറയുകയാണ്. അപ്പോൾ അവരൊരു വിശേഷപ്പെട്ട ജാതി. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്, തങ്ങളൊരു വിശേഷപ്പെട്ട ജാതിയാണെന്ന് എബ്രായർ വിശ്വസിച്ചിരുന്നു. ഇനി തങ്ങൾക്ക് ദൈവിക വാഗ്ദത്തങ്ങൾ ഉണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകം 12:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം ആ വാഗ്ദത്തം കാണുന്നുണ്ട്. അബ്രഹാമിനോട് പറയുന്നത്, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ ഞാൻ നിന്നെ വലിയൊരു ജാതിയാകും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ തങ്ങൾക്ക് തങ്ങളുടെ പിതാവായ അബ്രഹാമിലൂടെ വാഗ്ദത്തം ലഭിച്ചിരിക്കുക. വാഗ്ദത്തത്തെ കുറിച്ച് അവർ അറിവുള്ളവരായിരുന്നു. അബ്രഹാമിനോടുള്ള ഒരു ശപഥം ആണ് അബ്രഹാമുമായിട്ടുള്ള ഉടമ്പടി. അത് സംബന്ധിച്ച് ഉൽപ്പത്തി 15-ാം അധ്യായത്തിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അബ്രഹാമും ദൈവമായിട്ടുണ്ടാക്കുന്ന ഉടമ്പടിയാണ് അവിടെ. പുരാതന ലോകത്തെ ഉടമ്പടിയുടെ രീതിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 15-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിനൊരു ഗാഢനിദ്ര വന്നു, ഭൂമിയും അന്ധതമസും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ദേശക്കാരെ സേവിക്കും, അവരെ പീഡിപ്പിക്കും എന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ആ വാക്യം കഴിഞ്ഞ സെമസ്റ്ററിൽ ഞാൻ പഠിപ്പിച്ചപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അന്ന് പഠിച്ചിട്ടില്ലാത്തവർക്ക് അത് ഭാവിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായ ശേഷം ശ്രദ്ധിക്കണം, ഇനി അവിടെ ഒരു ഉടമ്പടി നടക്കുകയാണ്. ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. നമുക്കറിയാം, അബ്രഹാം അവിടെ മൃഗങ്ങളെ പിളർന്നിങ്ങനെ കടത്തിയിരിക്കുകയാണ്. മൃഗങ്ങളുടെ പിളർപ്പിൽ കൂടെ കടന്നുപോയിക്കൊണ്ട് ഉഭയസമ്മതം ചെയ്യുന്ന ഉടമ്പടിയുടെ ആ രീതി പുരാതന ലോകത്തുണ്ടായിരുന്നു. ഇവിടെ ദൈവം അബ്രഹാമിന് വെളിപ്പെടുന്നത് ഒരു പുകയുന്ന തീച്ചൂള ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട്, കടന്നുപോയിക്കൊണ്ട് ആ ഉടമ്പടി ഉറപ്പിക്കുകയാണ്. അവിടെ പറയുന്ന, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിയമം എന്നുള്ളിടത്ത് കവനന്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്ന് നിങ്ങൾ വായിക്കണം. ഒരു ഉടമ്പടി ചെയ്തു എന്ന് പറയുന്നത്, നിന്റെ സന്തതിക്ക് മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെ ഉള്ള ദേശത്തെ കേന്യർ, കെനസിയർ, കദ്മോനിയർ, ഹിത്യർ, പെരിസിയർ, റഫായിമ്യർ, അമോര്യർ
കനാന്യർ, ഗിർഗശീർ, ബൂസിർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഇതിങ്ങനെയാണ് കാണുന്നതിന് മുമ്പേ തന്നിരിക്കുന്നു എന്ന പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നു, അത് ലഭിച്ചത് പിന്നീടാണ്. അപ്പൊ മൃഗങ്ങളെ പിളർന്ന് രണ്ടായി പിളർന്ന്, നമുക്കറിയാം അവിടെ 3 വയസ്സുള്ള ഒരു പശുക്കിടാവ്, 3 വയസ്സുള്ള ഒരു കോലാട്, 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റൻ, ഇവയെ രണ്ടായി പിളർന്ന് അവയുടെ പിളർപ്പുകളുടെ നടുവിൽ കൂടെ കടന്ന് ഉടമ്പടി ചെയ്ത് യഹോവ അബ്രഹാമിനോടുള്ള വാഗ്ദത്തം ഉറപ്പിച്ചു. ഈ സംഭവത്തെ എബ്രായ ലേഖന കർത്താവ് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 6:13 മുതൽ 17 വരെ, എബ്രായർ 6:13 മുതൽ 17 വരെ അവിടെ പറയുന്നുണ്ട്, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അരുളി ചെയ്തു. അതിങ്ങനെ പറഞ്ഞ് താഴോട്ട് വന്നിട്ട് 17-ാം വാക്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അപ്പം അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നതും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഉറപ്പിച്ചതുമായ വാഗ്ദത്തവും ഉടമ്പടിയും നിമിത്തം തങ്ങളൊരു വിശിഷ്ട ജാതിയാണെന്ന് എബ്രായർ വിശ്വസിച്ചിരുന്നു. അവർ വെറുതെ ചിന്തിച്ചതല്ല, അത് യാഥാർത്ഥ്യമാണ്. വീണ്ടും നമുക്കറിയാം, അബ്രഹാമിന്റെ തലമുറ ഇസ്ഹാക്കിനോട് യാക്കോബിനോടൊക്കെ ദൈവം ഉടമ്പടി ആവർത്തിക്കുന്നുണ്ട്. സീനായിൽ വെച്ച് അബ്രഹാമിനോട് പറഞ്ഞ പോലെ 4-ാം തലമുറ മടങ്ങി വരുമ്പോൾ സീനായിൽ വെച്ച് മോശ മുഖാന്തരം നൽകി വാഗ്ദത്വവും. അങ്ങനെ തങ്ങളൊരു കൽപ്പനയുള്ള ഒരു പ്രമാണമുള്ള ജാതിയാണെന്നും വാഗ്ദത്തം ലഭിച്ചവരാണെന്നും സീനായുടെ ഉടമ്പടിയിലൂടെയും അവർക്ക് വെളിപ്പെട്ടിരിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെ അവൻ ഉറപ്പിച്ചു എന്ന് തുടങ്ങി ഇങ്ങോട്ട് വന്നിട്ട് എഫെസോസിലുള്ളവര് അധികവും ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരായിരുന്നു. എഫെസോസിലുള്ള വിശുദ്ധന്മാർ അധികവും ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരായിരുന്നു. അപ്പോൾ അവരോട് പൗലോസ് പറയുന്നത് 2:11 മുതൽ, എഫേസ്യർ 2:11 മുതൽ അവിടെ പറയുകയാണ്, ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാരെന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. പരിച്ഛേദനക്കാർ അവരെ അഗ്രചർമ്മക്കാരെന്ന് വിളിച്ചു. അഗ്രചർമ്മക്കാരെന്ന് വിളിക്കുമ്പോൾ ആ ഫിസിക്കൽ ആ ഒരു ചേഞ്ച് മാത്രമല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പരിച്ഛേദനക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ ദൈവവുമായിട്ടുള്ള ആ അബ്രഹാമിക് കവനന്റ്, അബ്രഹാമിന്റെ ആ ഉടമ്പടി, അബ്രഹാമിനോടാണ് പരിച്ഛേദനയുടെ ഉടമ്പടി ദൈവം കൊടുക്കുന്നത്. മോശയ്ക്ക് മുമ്പ് തന്നെ അബ്രഹാമാണല്ലോ ആദ്യമായിട്ട് പരിച്ഛേദന ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊരു കവനന്റ്, ഞങ്ങൾ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയും വാഗ്ദത്വവുമുള്ള ജനമാണ്. ബാക്കിയുള്ളവർ ജാതികളെ പറ്റി അവർ പറയുന്ന അഗ്രചർമ്മക്കാർ പറയുകയാണ്, ജഡത്താൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റു പരിച്ഛേദനക്കാരെന്ന് പേരുള്ളവർ, അതായത് യഹൂദന്മാരാൽ ജാതികളായിരുന്ന നിങ്ങളെ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ അഥവാ മശിഹായെ കൂടാതെ ഉള്ളവരായിരുന്നു, രക്ഷിതാവിനെ കൂടാതെ ഉള്ളവരായിരുന്നു, വീണ്ടെടുപ്പുകാരനെ കൂടാതെ ഉള്ളവരായിരുന്നു. അതാണ് ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു എന്ന് ജാതികളെ പറ്റി പറയുന്നത്. പിന്നെ പറയുന്നു, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരുമായിരുന്നു. ഹോപ്പ്ലെസ്, കാരണം വാഗ്ദത്തമൊന്നും ഇല്ലാത്തവരായിരുന്നു. അടുത്ത വാചകം ശ്രദ്ധിക്കണം, ലോകത്തിൽ നിങ്ങൾ ദൈവമില്ലാത്തവരായിരുന്നു എന്ന് ഓർത്തുകൊള്ളുകയും. ജാതികളെ പറ്റി പറയുന്നതാണിത്. ഇത് പറയുകയാണ്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളെ ക്രിസ്തുവേശുവിൽ, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരാക്കി തീർന്നു. ജാതികളെ പറ്റി പറയുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ തിരിച്ചൊന്ന് വായിച്ച്, അതായത് ജാതികളെ സംബന്ധിച്ച് പറയുകയാണ്, മുൻപ് അവർക്ക് ഇസ്രായേൽ പൗരത്വം ഇല്ലായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, നിയമങ്ങളില്ലായിരുന്നു, കവനന്റ് ഇല്ലായിരുന്നു, പിതാക്കന്മാര് വിശേഷമായ ഉടമ്പടിയോ ഉണ്ടായിരുന്നില്ല, ക്രിസ്തു വീണ്ടെടുപ്പുകാരനുണ്ടായിരുന്നില്ല, ദൈവമില്ലാത്തവരായിരുന്നു. ആ പറയുന്നതിന്റെ സാരം എന്തുവാ? യഹൂദന്മാർക്ക് അല്ലെങ്കിൽ എബ്രായർക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് ക്രിസ്തു ഉണ്ടായിരുന്നു, അവർക്ക് പൗരത്വം ഉണ്ടായിരുന്നു, അവർക്ക് വാഗ്ദത്തത്തിന്റെ ഉടമ്പടി ഉണ്ടായിരുന്നു, അവർക്ക് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടായിരുന്നു, ജീവനുള്ള സത്യദൈവം അവർക്കുണ്ടായിരുന്നു.
ഓരോ യഹൂദനും വിശ്വസിച്ചിരുന്നു, അവരുടെ പ്രശംസയായിരുന്നു. തങ്ങൾക്ക് മാത്രമേ ഈ പ്രത്യേക അവകാശങ്ങൾ അഥവാ പദവികളെല്ലാം ഉള്ളൂ എന്ന്, അങ്ങനെ തങ്ങൾ ഒരു വിശേഷ ജാതിയാണെന്ന് എബ്രായർ കരുതിപ്പോന്നു. അവരുടെ ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, എന്താ മലയാളത്തിൽ പറയുന്നത്, ഉപരിഭാവ ഭ്രമം, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് നിമിത്തം പലപ്പോഴും ബാക്കി ലോകത്തിൽ നിന്ന് അവർ മറ്റവരായി തീർന്നു. അപ്പോൾ കർത്താവ് യഹൂദന്മാരുടെ ഇടയിലേക്ക് വരുമ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ച് പറയുന്നത് അവര് ഒരു വിശേഷപ്പെട്ട ജാതിയായിരുന്നു, അങ്ങനെ അവര് വിശ്വസിച്ചിരുന്നു. ഇനി അടുത്തത് അവരുടെ സാമൂഹിക വ്യവസ്ഥിതി, യഹൂദന്മാരുടെ സാമൂഹിക വ്യവസ്ഥിതിയെ പറ്റി നിങ്ങൾ നോട്ട് ചെയ്യുക. അബ്രഹാം തുടങ്ങി ഗോത്രപിതാക്കന്മാരെല്ലാം നോമാഡ്സ് അഥവാ ദേശാന്തരികളായിരുന്നു. നോമാഡ്സ്, NOMADS, നോമാഡ്സ് അഥവാ ദേശാന്തരികളായിരുന്നു. അവരുടെ പ്രധാന സമ്പത്ത് എന്തായിരുന്നു? പ്രധാന സമ്പത്ത് ഓക്കെ. അവരുടെ പ്രധാന സമ്പത്ത് എന്ന് പറഞ്ഞ ആടുമാടുകൾ, കന്നുകാലികളായിരുന്നു. അവയുടെ പാലനത്തിലൂടെയാണ് അവർ തങ്ങളുടെ ഉപജീവനം കഴിച്ചു പോകുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം എടുക്കുമ്പോൾ അതിന്റെ 1 തൊട്ട് 9 വരെയൊക്കെ നിങ്ങൾ അങ്ങ് എഴുതി വെച്ചാൽ മതി. എല്ലാം വായിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല, അങ്ങനെ വായിച്ചു പോയാലൊന്നും നമ്മുടെ പോഷൻ തീരത്തില്ല. 13-ന്റെ 1 മുതൽ 9 വരെ അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ 2-ാം വാക്യത്തിൽ 13-ന്റെ 2 പറയുന്നുണ്ട്, കന്നുകാലി, വെള്ളി, പൊന്നെ ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. കന്നുകാലികൾ അവരുടെ സമ്പത്തായിരുന്നു. ലോത്തിനും ആടുമാടുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അവിടെ പ്രശ്നമുണ്ടായില്ലേ? അബ്രഹാമും ലോത്തും തമ്മിലുണ്ടായ പ്രശ്നം, ആക്ച്വലി അബ്രഹാമും ലോത്തും അല്ല, അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിലാണ് പ്രശ്നം ഉണ്ടായത്. എന്താ? കന്നാലി പ്രശ്നമാണ്, കന്നുകാലികളുടെ പ്രശ്നമാണ്. അതിൽ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായതും അബ്രഹാമും ലോത്തും 2 ഡയറക്ഷനിലേക്ക് തിരിയാണ്. അതായത് ലോത്ത് അബ്രഹാമിനെ വിട്ട് ഏറ്റവും നല്ല മെച്ചമായ പച്ചപ്പുൽ പരവതാനികൾ നോക്കി യോർദാന് കിഴക്കേക്ക് പോകാനൊക്കെ ഇടയായത്. അപ്പൊ അവർ നോമാഡ്സ് ആയിരുന്നു, ദേശാന്തരികളായിരുന്നു, കന്നുകാലികളായിരുന്നു അവരുടെ പ്രധാന സമ്പത്തും. അവരുടെ തൊഴിൽ കന്നുകാലികളെ പോറ്റുകയായിരുന്നു. ഇനി മിസ്രൈമിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി 46-ാം അധ്യായത്തിൽ 46-ാം അധ്യായം അതിന്റെ 31 മുതൽ 34 വരെ എന്ന് നിങ്ങൾ എഴുതി വെക്കുക. പ്രസക്തമായ ഭാഗം ഞാൻ പറയാം. 32-ാം വാക്യം, അവരിടയന്മാരാകുന്നു, കന്നുകാലികളെ മേയ്ക്കുന്നത് അവരുടെ തൊഴിൽ. യോസഫ് ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, എന്റെ സഹോദരന്മാര്, അപ്പനും സഹോദരന്മാരും ഒക്കെ വന്നിട്ടുണ്ട്, അവരിടയന്മാരാകുന്നു, കന്നുകാലികളെ മേയ്ക്കുന്നതാണ് അവരുടെ തൊഴിൽ. അവർ തങ്ങളുടെ ആടുപാടുകളെയും കന്നുകാലികളെയും തനിക്കുള്ളതൊക്കെയും കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് അവരോട് പറയും. അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്തെന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറവീൻ എന്ന് യോസഫ് തന്റെ സഹോദരന്മാരോട് പറയുകയാണ്. അങ്ങനെ അവര് ഫറവോനോട് പറഞ്ഞത് ഫലമായിട്ടാണ് അവർക്ക് ഗോശൻ ദേശം എന്ന് പറയുന്ന ആ നല്ല ഫലപുഷ്ടിയുള്ള ദേശം ഫറവോൻ പതിച്ചു കൊടുത്തത്. അപ്പോൾ അബ്രഹാം തുടങ്ങി ഗോത്രപിതാക്കന്മാർ ദേശാന്തരികളായിരുന്നു. കന്നുകാലികൾ അവരുടെ സമ്പത്തും അവയുടെ പാലനത്തിലൂടെ അവര് ഉപജീവനം കഴിക്കുകയും ചെയ്തിരുന്നു. കാലക്രമേണ ഇവര് ദേശാന്തര ഗമനമൊക്കെ വിട്ട് സ്ഥിരവാസ ജീവിതത്തിലേക്ക് മാറുവാനിടയായി. പ്രത്യേകിച്ച് മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്ന ശേഷം അവർക്ക് ഗോത്രമായിട്ട് ദേശമൊക്കെ പകുത്തു കൊടുത്ത ശേഷം അവരൊക്കെ ഓരോ സെറ്റിൽമെന്റ് ആയി. അങ്ങനെ വന്നപ്പോൾ അവരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ, ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വളരെ പുരോഗതി വരുത്തി. അതേസമയം പുരോഗതിയോടൊപ്പം തന്നെ മാറ്റങ്ങൾ നിമിത്തം സമൂഹത്തിൽ വളരെ പ്രതിസന്ധികളും ഉണ്ടായി.
സമ്പത്തും അധികാരവും ചില വ്യക്തികളുടെയോ കുടുംബങ്ങളുടെയോ കൈകളിൽ മാത്രമായി ഒതുങ്ങി. വാണിജ്യത്തിന്റെയും ആശയവിനിമയത്തിന്റെയും വളർച്ച മൂലം പുതിയ ധാർമ്മിക മൂല്യങ്ങൾ, ന്യൂ എത്തിക്കൽ വാല്യൂസ് ഉളവായി വന്നു. ഇവര് വന്ന് ഇസ്രായേലിൽ നിന്ന് മടങ്ങി വന്ന് എല്ലാവരും സെറ്റിൽമെന്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ മിടുക്കന്മാര് ചിലരങ്ങ് വലിയ പണക്കാരായി. അപ്പൊ പുതിയ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ന്യായപ്രമാണത്തിൽ അടിസ്ഥാനപ്പെട്ടിരുന്ന പഴയ സാമൂഹിക മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ച് പുതിയ സാമൂഹിക മൂല്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാല് പുറപ്പാട് ദിവസം 22:25 പറയുന്നുണ്ട്, അവിടെ കൽപ്പനയാണ്, എന്റെ ജനത്തിൽ നിന്റെ അടുക്കലുള്ള ഒരു ദരിദ്രന്റെ പണം വായ്പ കൊടുത്താൽ പൊലിക്കടക്കാരനെ പോലെ ഇരിക്കരുത് എന്ന് പറഞ്ഞ ബ്ലേഡ് കമ്പനിക്കാരനെ പോലെ ഇരിക്കരുത്, അവനോട് പലിശ വാങ്ങുകയും അരുത്. ആ കൽപ്പനയൊക്കെ അങ്ങ് മറന്നു. ദരിദ്രന് ഒരു കടം കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ബ്ലേഡ് കമ്പനിക്കാരന്റെ കൂട്ട് ഇടപെടരുതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ അവർക്ക് കൽപ്പന കൊടുത്തിരുന്നു. 22-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്. അവരുടെ ഇടയിലെ സമ്പന്നന്മാര് ദരിദ്രന്മാരെ പീഡിപ്പിക്കുന്നവരായി ഭൂഉടയന്മാർ, ഉടമകൾ, അവരുടെ ദരിദ്രരായ കർഷകർക്ക് വായ്പ കൊടുക്കും. കടം തിരിച്ചടക്കാൻ പറ്റുന്നില്ല. ഉയർന്ന പലിശകൾ. പൊലിക്കടക്കാരനെ പോലെ ആകരുതെന്ന് പറഞ്ഞെടുത്ത് പൊലിക്കടക്കാരനെ പോലെയായി. കടം വാങ്ങുന്നയാൾ കടം കൊടുത്തയാളുടെ അടിമയായി മാറി. അത് സംബന്ധിച്ചാണ് സദൃശവാക്യം 22:7 സദൃശവാക്യം 22:7 പറയുന്നുണ്ട്, ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ അഥവാ അടിമയാകുന്നു. ഞങ്ങളുടെ സമൂഹത്തിലുള്ള ദരിദ്രന്മാരെ ധനവാന്മാർ അധികമായി ചൂഷണം ചെയ്ത് ഞെരുക്കി. ഞാൻ എന്താണിത് പറയുന്നത്? കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ അന്നുണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയിൽ അന്നത്തെ ധനവാന്മാരോടൊന്നുമല്ല കർത്താവ് കൂടുതലായിട്ട് അടുത്തിടപഴകിയത്. ദരിദ്രന്മാരെ കരുതുവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഈ പശ്ചാത്തലമൊക്കെ പറയുന്നത്. ദേശാന്തരികളായിരുന്നവർ ഇസ്രായേലിൽ നിന്ന് മടങ്ങി വന്ന് സെറ്റിൽമെന്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ചിലർ വലിയ ധനവാന്മാരായി മാറി. അപ്പോൾ ദരിദ്രന് കടം കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ദരിദ്രന് പണം വായ്പ കൊടുത്താൽ പൊലിക്കടക്കാരനെ പോലെ ഇരിക്കരുത്, അവനോട് പലിശ വാങ്ങരുതെന്ന് പറഞ്ഞു. അതൊന്നും അവർ കേട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ ന്യൂ എത്തിക്കൽ വാല്യൂസ് വരുന്നു, പുതിയ ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാകുന്നു. അവർ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ മറന്ന് തങ്ങളുടെ ഇഷ്ടം പോലെ ദ്രവ്യാഗ്രഹികളായി മാറുന്നു. ദരിദ്രന്മാർ ധനവാന്മാരുടെ അടിമകളായി മാറുന്നു. ധനവാന്മാർ ദരിദ്രന്മാരെ അധികമായി ചൂഷണം ചെയ്ത് ഞെരുക്കി. അത് സംബന്ധിച്ച് പ്രവാചകന്മാരിലൂടെ ദൈവമായ യഹോവ അവരോട് സംസാരിച്ചു. ഞാൻ പറയാം, ഇപ്പോൾ ഒരു സഹോദരൻ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. 7:50 ക്ലാസ്സിൽ ദയവ് ചെയ്ത് 7 മണിക്ക് മുൻപ് തന്നെ നിങ്ങൾ ക്ലാസ്സിൽ കയറണം. ഏതെങ്കിലും കാരണവശാല് നിങ്ങൾക്ക് റെഗുലറായി കയറുന്ന ഒരു വ്യക്തിക്ക് ക്ലാസ് ലേറ്റ് ആകും എന്നുണ്ടെങ്കിൽ എന്നെ മുൻകൂട്ടി അറിയിക്കണം, അല്ലെങ്കിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യില്ല. ഓക്കെ, ആ സഹോദരന്റെ അറിവിനായിട്ടാണ് പറഞ്ഞത്. വേറൊരാളുണ്ട്, ഇന്നലെ 7:23 മറ്റോ കയറി 11 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി ലീവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ളവരെ അഡ്മിറ്റ് ചെയ്യില്ല, അറ്റൻഡൻസും ഉണ്ടാകില്ല, പരീക്ഷ എഴുതിക്കില്ല. അപ്പൊ ദരിദ്രന്മാരെ ചൂഷണം ചെയ്യുന്നവരെ പ്രവാചകന്മാരിലൂടെ യഹോവയായ ദൈവം ശാസിച്ചു. യെശയ്യാ 5:8 തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. മറ്റൊരു വാക്യം മീഖ 2:2 അവർ വയലുകളെ മോഹിച്ചു പിടിച്ചു പറിക്കുന്നു, അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ അവർ പുരുഷനെയും അവന്റെ ഭവനത്തെയും മനുഷ്യനെയും അവന്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. സാമ്പത്തികവും സാമൂഹികവുമായ ക്ഷയത്തിനനുബന്ധമായി ദരിദ്രന്മാർക്ക് ന്യായവും നീതിയും നിഷേധിക്കപ്പെടുന്ന അവസ്ഥ സംജാതമായി.
പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ 3-ാം വാക്യമാണെന്ന് തോന്നുന്നു. 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കരുത് എന്ന് പറഞ്ഞെടുത്ത് ആ കൽപ്പനയൊക്കെ അവഗണിക്കപ്പെട്ടു. ദരിദ്രനെ വ്യവഹാരത്തിൽ അവഗണിച്ചു. ഇതായിരുന്നു സാമൂഹികമായ സാമ്പത്തികമായ പശ്ചാത്തലം. ഇനി അവരുടെ കുടുംബ സംവിധാനത്തെ പറ്റി അറിഞ്ഞിരിക്കുവാൻ. കുടുംബ സംവിധാനം യഹൂദ ജനതയുടെ സാമൂഹിക വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായിരുന്നു അവരുടെ കുടുംബ വ്യവസ്ഥ, അഥവാ അവരുടെ കുടുംബ ബന്ധങ്ങൾ. പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു കുടുംബമില്ലെങ്കിൽ അവരെ സമൂഹത്തിൽ ഭ്രഷ്ടന്മാരായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ജാതികളുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഈ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയും കഴിക്കാതിരിക്കുന്നതിനെ പറ്റിയും ഒക്കെ ചോദിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, കർത്താവ് അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ എന്റേതായിട്ട് പറയുകയാണ്, ആത്മാവ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണെന്ന് പറയുന്നത്. കാരണം യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു, കർത്താവോടെയാണ് ശുശ്രൂഷിച്ചത്. പൗലോസ് ജാതികളുടെ ഇടയിലേക്ക് പോകുമ്പോൾ അവിടെ ചില വിഭാഗങ്ങളിൽ വിവാഹം കഴിക്കാതെ അസെപ്റ്റിക് ലൈഫ് ലീഡ് ചെയ്യുന്ന അനേകരെ കണ്ടിരുന്നു. എന്നാൽ അതിന് പൗലോസ് അവിടെ ഉത്തരം നൽകേണ്ടി വരുമ്പോഴാണ് പറയുന്നത്, കർത്താവ് പറഞ്ഞിട്ടില്ല, ഞാൻ പറയുകയാണെന്ന് പറയുന്നത്. അത് പൗലോസ് ദൈവാലോചന തന്നെയാണ് പറയുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയുമാണല്ലോ. കർത്താവ് പറയാതിരുന്നതിന് കാരണം കുടുംബ ബന്ധമില്ലാത്ത ഒരു ജീവിതം യഹൂദന്മാരുടെ ഇടയിൽ അത് വലിയ ഒരു അപമാനമായിരുന്നു, അവർ സ്വീകരിച്ചിരുന്നില്ല. ഇസ്രായേൽ ജനം 12 ഗോത്രങ്ങളുടെ ഒരു സമൂഹമായിരുന്നു. അവർ യാക്കോബിന്റെ 12 മക്കളുടെ ഗോത്രങ്ങളായിരുന്നു. ഗോത്രങ്ങളിൽ പിതാക്കന്മാരുടെ പേരിൽ വിവിധ കുലങ്ങളിൽ അനേകം കുടുംബങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബ സംവിധാനം എന്ന് പറയുന്നത് എബ്രായർക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അടുത്ത പോയിന്റാണ് അവകാശദേശം. അവകാശദേശം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശമായി ലഭിച്ചിരുന്ന ഭൂമി തങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്തതും ദൈവമായുള്ള ഉടമ്പടിയുടെ സുപ്രധാന ഒരു ഘടകവുമായി അവർ കരുതി പോന്നു. അവർ പാപം ചെയ്തപ്പോൾ അവർക്ക് അവകാശമായി ലഭിച്ച ദേശത്ത് നിന്ന് അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ആ ദേശം വിട്ട് പ്രവാസത്തിലേക്ക് അവർ പോകേണ്ടി വന്നു. അവർ തങ്ങളുടെ പാപങ്ങളെ കുറിച്ച് അനുദപിച്ചപ്പോൾ ദൈവം അവരുടെ പിതാക്കന്മാരുടെ അവകാശമായി നൽകിയ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു. പ്രവാസാനന്തരം സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നത് അവരുടെ യഥാസ്ഥാപനമായും അവരോടുള്ള ദൈവിക ഉടമ്പടി പുതുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്ക് അവകാശമായി ലഭിച്ചിരുന്ന ഭൂപ്രദേശം യഹൂദന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 14 മുതൽ 69 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപം ചെയ്താൽ അവരുടെ ദേശം വിട്ട് പോകേണ്ടി വരുന്ന ആ വലിയൊരു ക്ഷാമത്തെ പറ്റി പറയുന്നുണ്ട്. അതങ്ങനെ സംഭവിച്ചാണ് അവർ പ്രവാസത്തിൽ പോകേണ്ടി വന്നത്. ഇസ്രായേൽ രാജാവായിരുന്ന ശലോമോന് ശേഷം ഇസ്രായേല് 2ആയി വിഭജിക്കപ്പെട്ടിരുന്നു. 2 ഗോത്രങ്ങൾ, യഹൂദയും ബെന്യാമീനും. തെക്കേ രാജ്യം 10 ഗോത്രങ്ങൾ വടക്കേ രാജ്യമായിട്ടും വിഭജിക്കപ്പെട്ടു. അപ്പൊ തെക്കേ രാജ്യത്തിന് പൊതുവെ യഹൂദ്യ എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും അവിടെ ബെന്യാമിൻ ഗോത്രക്കാരും ഉണ്ടായിരുന്നു, ലേവ്യരായ പുരോഹിതന്മാരുണ്ടായിരുന്നു. കാരണം യെരൂശലേം അവിടെയാണ്. അപ്പോൾ യഹൂദയിൽ ദാവീദിന്റെ തലമുറകൾ, അതായത് ശലോമോന്റെ മകനായ രഹബയാം, പിന്നീട് അവന്റെ തലമുറകളും ഭരണം നടത്തി. വടക്കേ രാജ്യത്തിൽ യെരോബയാം എന്ന രാജാവിൽ തുടങ്ങി അനേകം രാജാക്കന്മാര് ഭരണം നടത്തി. വടക്കേ രാജ്യം ആദ്യം തന്നെ യെരബ്യാമിന്റെ സമയത്ത് തന്നെ അവർ തെറ്റിപ്പോയി. യെരബ്യാമ് യെരൂശലേമിലേക്ക് ജനം പോയി കഴിഞ്ഞാൽ കാര്യം പ്രശ്നമാണെന്ന് കണ്ട് വേറെ 2
യാഗപീഠങ്ങളൊക്കെ പണിത് പരിപാടികളൊക്കെ തുടങ്ങി. അവിടെ തൊട്ട് തെറ്റി തുടങ്ങി. തുടർന്നുള്ള രാജാക്കന്മാരും വിഗ്രഹാരാധികളൊക്കെ ആയി. അവർ അന്യദേവന്മാരെ സേവിച്ചത് നിമിത്തം അവരെ അന്യജാതിക്കാരാക്രമിച്ചു 10 ഗോത്രങ്ങളെ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, 2 രാജാക്കന്മാർ 17-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു ഹോശിയ ഇസ്രായേലിന്റെ രാജാവായി ശമരിയയിൽ വാഴുമ്പോൾ, അതായത് BC 722, 721, 22 കാലഘട്ടം. ഹോശിയയുടെ വാഴ്ചയുടെ 9-ാം ആണ്ടിൽ അശൂർ രാജാവായ ശൽമനേസർ ശമരിയയിലേക്ക് വന്ന് ശമരിയെ പിടിച്ചു ഇസ്രായേലിനെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകവും 17-ാം അധ്യായം ഇന്നൊന്ന് വായിച്ചു നോക്കിയാൽ അത് ചരിത്രമെല്ലാം പൂർണ്ണമായിട്ട് പഠിക്കാം. അപ്പോൾ ഈ വടക്കേ രാജ്യമായ ഇസ്രായേലിനുണ്ടായ വീഴ്ച അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യഹൂദയോട് ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. എന്നാൽ തങ്ങളുടെ സഹോദരന്മാർക്കുണ്ടായ ആ പതനം കണ്ടിട്ടും അവർ അനുതപിച്ചില്ല. തങ്ങളുടെ സഹോദരന്മാർക്കുണ്ടായ പതനം കണ്ടിട്ടും അവരെ അനുതപിക്കാതെ യഹോവയെ കോപിപ്പാൻ തക്കവണ്ണം അവനോട് മത്സരിച്ചു. യഹൂദ രാജാക്കന്മാരും അന്യദേവന്മാർക്ക് ബലിപീഠങ്ങളെ പണിതു. മൂഢവിഗ്രഹങ്ങൾക്ക് മുൻപാകെ യാഗപീഠങ്ങളെ പണിത് യാഗമർപ്പിച്ചു. യഹൂദയും ആക്രമിക്കപ്പെട്ടു. BC 605, BC 597, BC 586, BC 605, 597, 586 തുടങ്ങിയ വർഷങ്ങളിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേം ആക്രമിക്കുകയും 586 യെരൂശലേമിലെ ദൈവാലയം തകർത്തു കളഞ്ഞു. ഈ 3 തവണ ആക്രമിച്ചപ്പോൾ യഹൂദയിൽ നിന്ന് അനേകരെ ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി. എന്നാൽ ബാബേലിലേക്ക് പോയ യഹൂദാജനം അനുതപിച്ചപ്പോൾ യഹോവ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ അവർക്ക് മടങ്ങി വരുവാനും പിൽക്കാലത്ത് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ യെരൂശലേമിലേക്ക് മടങ്ങി വന്ന ജനം യെരൂശലേമിൽ ദൈവാലയം വീണ്ടും പണിയുവാനും BC 516 ദൈവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠ നടത്തുവാനും സാധിച്ചു. 586 ആലയം തകർത്തത്. 516, അതായത് കൃത്യം 70 വർഷം കഴിയുമ്പോൾ ശലോമോൻ പണിത ദൈവാലയം തകർത്തു. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ 2ാമത്തെ ആലയം പണിയുകയാണ്. അതിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞു 70 വർഷം കഴിയുമ്പോൾ. ഇനിയും വീണ്ടും ചരിത്രം ക്രിസ്തുവിനോട് അടുത്തടുത്ത് വരികയാണ്, യേശുവിനോട് അടുത്തടുത്ത് വരികയാണ്. BC 168, അതിനുശേഷം അലക്സാണ്ടറിന്റെ സമയത്തും മറ്റും യമനന്മാര് ആ പ്രദേശത്തൊക്കെ വരുന്നു. BC 168 സെലൂക്യ രാജാവായിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ് 4-ാമൻ, വളരെ ചരിത്രത്തിൽ നാം ഓർത്തിരിക്കേണ്ട, തിയോളജി സ്റ്റുഡൻസ് ആയ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അന്ത്യോക്യസ് എപ്പിഫാനസ് 4-ാമൻ സെലൂക്യ രാജാവായിരുന്നു. അവന്റെ സേന 168 BC-യിൽ യെരൂശലേമിലെ ദൈവാലയത്തിൽ പ്രവേശിച്ചു. അവിടെ പന്നിയെ ബലി കഴിപ്പിച്ചു. യഹൂദന്മാർക്ക് നിഷിദ്ധമായ പന്നിയെ യെരൂശലേമിലെ ആലയത്തിൽ ബലി കഴിപ്പിച്ചു. 168 BC. ക്രിസ്തുവിന് 168 വർഷം മുൻപ്, 167 168 ഒക്കെ നിങ്ങൾ കാണും ആ കാലഘട്ടത്തിൽ. അപ്പൊ ഞാൻ 168 എന്ന് പറയും, നിങ്ങൾ നെറ്റിൽ അടിച്ച് നോക്കി പറഞ്ഞത് 167 കാണാം. അതിന്റെ കാര്യം എന്താണെന്നുള്ളത് എനിക്കറിയാം, അത് വിശദമാക്കാൻ പിന്നീട് ഒരു അവസരം എടുക്കാം. അപ്പൊ 168 167 ആ കാലഘട്ടത്തിൽ. അപ്പൊ 168 BC-യിൽ സെലൂക്യ രാജാവായ അന്ത്യോക്യസ് എപ്പിഫാനസ് ദൈവാലയത്തിലേക്ക് കടന്ന് അവിടെ ദൈവാലയത്തിൽ പന്നിയെ ബലി കഴിപ്പിച്ചുകൊണ്ട് ദൈവാലയത്തെ അശുദ്ധമാക്കി. അന്ന് പുരോഹിത വംശത്തിൽപ്പെട്ട മത്തത്തിയാസ് എന്ന് പറഞ്ഞ ഒരുവനും മുദൈൻ എന്ന് പറയുന്ന ഗ്രാമവാസിയായിരുന്ന മത്തത്തിയാസും അദ്ദേഹത്തിന്റെ 5 മക്കളും നേതൃത്വം കൊടുത്ത ഒരു ഗറില്ലാ യുദ്ധം, ദീർഘമായ ഒരു ഗറില്ലാ യുദ്ധം നടന്ന് അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ സേനയെ തുരത്തി 164 BC-യിൽ
യെരൂശലേം ദൈവാലയം ശുദ്ധീകരിച്ച് അതിനെ പുനഃപ്രതിഷ്ഠിച്ചു. അന്ന് മുതലാണ് പ്രതിഷ്ഠോത്സവം ആചരിക്കുന്നത്. പ്രതിഷ്ഠോത്സവത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഒരു നിയമത്തിൽ ഒരു പ്രതിഷ്ഠോത്സവത്തെ പറ്റി ഒറ്റ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം. അതെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ അല്ലേ? 10-ാം അധ്യായത്തിൽ പൊസിഷൻ എനിക്കറിയാം, ഞാൻ എടുത്തിട്ട് പറയാം. അതിന്റെ 22-ാം വാക്യം, അനന്തരം യെരൂശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. ഈ പ്രതിഷ്ഠോത്സവം എന്ന് പറയുന്നത് ഞാൻ പറയാം, കർത്താവിന്റെ കാലത്തോട് അടുത്തടുത്ത് നമ്മൾ വരികയാണ്. 168 BC-യിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറഞ്ഞ യവനൻ, സെലൂക്യ രാജാവ്, യവനെന്ന് ഞാൻ പറയാൻ കാരണം അലക്സാണ്ടറിന്റെ ശേഷം അലക്സാണ്ടറിന്റെ 4 ജനറൽമാരുടെ നേതൃത്വത്തിൽ രാജ്യം 4ആയിട്ട് വിഭജിക്കപ്പെട്ടു. ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമാക്കി സെലൂക്കസ് എന്ന് പറയുന്ന ജനറൽ, ഈജിപ്തിന്റെ വടക്ക് ഭാഗമായ അലക്സാണ്ട്രിയ ക്യാപിറ്റലാക്കിക്കൊണ്ട് ടോളമി എന്ന് പറഞ്ഞ ജനറൽ, കുറച്ചങ്ങ് പടിഞ്ഞാറ് ചെന്ന് തെസലോനിക്ക ക്യാപിറ്റലാക്കിക്കൊണ്ട് അലക്സാണ്ടറിന്റെ ഹാഫ് സിസ്റ്റർ ആയിരുന്ന തെസലോനിസിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള കസാണ്ടർ ഒരു ജനറൽ, പിന്നെ ലിസിമാക്കസ് എന്ന് പറയുന്ന ഒരു ജനറൽ തുർക്കിയുടെ ആ ഭാഗങ്ങളിലൊക്കെ. മറ്റൊരാളൂടെ ഉണ്ടായിരുന്നു, അയാളെ പിന്നീട് ഇവർ ചേർന്ന് ഒതുക്കിക്കളയുകയായിരുന്നു, ആന്റിഗോണസ് എന്ന മറ്റു പേരുള്ള ഒരാള്. അപ്പൊ 4 ജനറൽമാരെ 4ആയിട്ട് രാജ്യം വിഭജിച്ചു. അവർ പലസ്തീൻ നാടിന് തെക്ക് ടോളമിയുടെ വംശവും, പലസ്തീന് ഇച്ചിരി വടക്ക് കിഴക്കായിട്ട്, അതായത് ഇന്നത്തെ സിറിയയുടെ ഭാഗത്ത് സെലൂക്യ ജനറൽ അല്ലെങ്കിൽ അയാളുടെ വംശത്തെ സെലൂക്യ രാജവംശം എന്ന് പറയുന്നു. 168 BC-യിൽ സെലൂക്യ രാജാവായ അന്ത്യോക്യസ് എപ്പിഫാനസ് ദൈവാലയത്തിൽ പ്രവേശിച്ച് ദൈവാലയത്തെ അശുദ്ധമാക്കി അവിടെ പന്നിയെ ബലി കഴിപ്പിച്ചു. സിയൂസിന്റെ പ്രതിമയെ അവിടെ സ്ഥാപിച്ചു. യവനന്മാരുടെ സിയൂസ് ദേവന്റെ പ്രതിമയെ അവിടെ സ്ഥാപിച്ചു. അന്ന് മുതൽ മത്തത്യാസ് എന്ന് പറയുന്ന പുരോഹിത വംശത്തിൽ, മഹാപുരോഹിതനല്ല, പുരോഹിത വംശത്തിൽപ്പെട്ട മത്തത്യാസും അദ്ദേഹത്തിന്റെ 5 മക്കളും, അതിലൊരാളായിരുന്നു ജൂദാസ്, മറ്റൊരാളായിരുന്നു ഷിമിയോൻ, മറ്റൊരാളായിരുന്നു ജോൺ, അങ്ങനെ 5 മക്കളുണ്ട്. അതിൽ യൂദാസ് എന്ന് പറയുന്ന ആളാണ് പിന്നെ യൂദാസ് മക്കാബിയസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അയാളുടെ നേതൃത്വത്തിൽ പിന്നീട് യുദ്ധം നടന്ന് സെലൂക്യ സേനയെ തുരത്തി. യൂദാസ് മക്കാബിയസിന്റെ നേതൃത്വത്തിൽ തിരിച്ചു വരുന്ന സേനയെ ജനം സ്വീകരിച്ചു. അതാണ് പ്രതിഷ്ഠോത്സവം എന്ന് പറഞ്ഞ് ആചരിച്ചു പോന്നു. ആ പ്രതിഷ്ഠോത്സവത്തെ പറ്റിയാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നത്. അന്ന് മുതൽ 164 BC-ക്ക് ശേഷം യഹൂദന്മാര് പ്രതിഷ്ഠോത്സവം ആചരിച്ചു. ഇനി BC 19-ാം നൂറ്റാണ്ടോട് അടുക്കുകയാണ്. BC 19-ാം നൂറ്റാണ്ടല്ല, BC 19. BC 19-ൽ ഇപ്പൊ അവിടെയുള്ള ദൈവാലയം ആര് പണി കഴിപ്പിച്ച ദൈവാലയമാണ് അവിടെ നിൽക്കുന്നത്? സെരുബാബേൽ പണി കഴിപ്പിച്ച ആലയം അവിടെ ഉണ്ട്. അത് പണി തുടങ്ങിയപ്പോ തന്നെ നമുക്കറിയാം, സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അല്പകാര്യത്തിന്റെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ശലോമോന്റെ ആലയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചെറുതെന്ന് പറഞ്ഞ് പഴയ ആൾക്കാർ പറയുകയാണ്. അപ്പോൾ BC 19-ൽ വരുമ്പോൾ ഹെരോദ രാജാവ് ഈ ആലയത്തെ ഒന്ന് വലുതാക്കുവാൻ തീരുമാനിച്ചു. ഇദുമ്യനായ ഹെരോദാവ് ഈ ആലയത്തെ വലുതാക്കുവാൻ അതിന്റെ റിനോവേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഒരു ബൃഹത്തായ ഒരു വലിയ മന്ദിരമായി പണിയുവാൻ ആരംഭിച്ചു. 10 വർഷം കൊണ്ട് ഏകദേശം അതിന്റെ പണിയൊക്കെ തീർന്നു. BC 19-ൽ തുടങ്ങി, BC 9 ആയപ്പോഴത്തേക്ക് ഏകദേശം പണി കഴിഞ്ഞു. എന്നാൽ അലങ്കാര പണികൾ അതിൻ്റെ ഏതാണ്ട് AD 64 വരെ, അതായത് ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് പിന്നെയും അതിന്റെ പണിയാണ്, അലങ്കാര പണികൾ അതിനെ നടക്കുകയാണ്. ഹെരോദാവ് മരിച്ചു കഴിഞ്ഞു തുറന്നുള്ളവർ പണിത് AD 64 വരെ ആ പണി തുറന്നുകൊണ്ടിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ കാലത്ത്, ഇപ്പോൾ ആ സഹോദരി പറഞ്ഞ് അത് അറിയാവുന്നതുകൊണ്ടാണ്, ഹെരോദാവ് പണിത ആ ആലയം അല്ലെങ്കിൽ അതിന്റെ പണി തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സ്ട്രക്ചർ കഴിഞ്ഞത് BC 9 ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു. ആ ആലയത്തിലായിരുന്നു അന്ന് യാഗങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ആലയത്തിന്റെ പണി പൂർണ്ണമാകുന്നത് 64 AD-ലാണ്. അപ്പൊ BC 19-ൽ നിന്ന് 64 AD പണി പൂർത്തിയായി. 6 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ AD 70-ൽ റോമാക്കാർ യെരൂശലേം ദൈവാലയം നശിപ്പിച്ചു കളഞ്ഞു. യെരൂശലേം ദൈവാലയം റോമാക്കാര് നശിപ്പിച്ചു കളഞ്ഞു. വെസ്പേഷ്യൻ കൈസറിന്റെ മകനായ തീത്തോസ് വെസ്പേഷ്യന്റെ നേതൃത്വത്തിൽ, തീത്തോസ് പിന്നീട് കൈസറാകുന്നുണ്ട്,
തീത്തോസ് വെസ്പേഷ്യന്റെ നേതൃത്വത്തിൽ വന്ന സേന ഒരു ജൂവിഷ് റിവോൾട്ടിനെ, റോമിനെതിരായിട്ടുണ്ടായിരുന്ന ഒരു റിവോൾട്ടിനെ സപ്രസ് ചെയ്യുവാനുള്ള ശ്രമത്തിൽ യഹൂദന്മാർ അവസാനം രക്ഷപ്രാപിക്കുവാനായിട്ട് പണ്ട് ഗോൾഡൻ ടെമ്പിളിലേക്ക് സർദാർമാരെല്ലാം കൂടെ സിഖുകാർ കയറി ഒളിച്ചതുപോലെ, പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിൽ കയറിയതുപോലെ ഇവരെ യെരുശലേമിലെ ദേവാലയത്തിലേക്ക് രക്ഷപ്പെടാൻ കയറി. പക്ഷെ തീത്തോസിന്റെ നേതൃത്വത്തിൽ വന്ന പടയാളികൾ അവിടെ കയറി അവിടെ ദൈവാലയത്തിൽ ചോര പുഴ ഒഴുകി, ദൈവാലയത്തിന് തീയിട്ട് നശിപ്പിച്ചു. അതിന്റെ അടിസ്ഥാന ശിലകൾ വരെ ഉഴുതുമറിക്കുകയും ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തതുപോലെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആ ആലയം തകർത്ത് കളയുകയും ചെയ്തു. ഇപ്പോഴേതാണ് ആലയം? ഇപ്പോഴവിടെ എവിടെയാണ് ആലയം? ശലോമോൻ പണിത ആദ്യത്തെ സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിന് ശേഷം ഷീലോവിലെ ആലയം ഉണ്ടായിരുന്നു. ഷീലോവിലെ ആലയത്തിന് ശേഷം ശലോമോൻ പണിത ഉറപ്പുള്ള ആലയം, മഹത്തായ ആലയം, അത് തകർത്ത് കളഞ്ഞു നെബൂഖദ്നേസർ. അതിനുശേഷം ഇവിടെ പണിയപ്പെട്ട സെരുബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന സൈന്യം അവർ പണി കഴിപ്പിച്ച ഒരാലയം ഉണ്ടായിരുന്നു. ആ ആലയത്തെ BC 19 തുടങ്ങി AD 64 വരെയുള്ള ഒരു കാലഘട്ടം കൊണ്ട്, അത് കർത്താവിന്റെ സമയത്ത് അതിന്റെ പണി നടക്കുമ്പോഴാണ് മത്തായിയുടെ സുവിശേഷം 24 കർത്താവിനെ ചിലർ വിളിച്ചോണ്ട് പോയിട്ട് പണിയൊക്കെ കണ്ടോ, വലിയ പണിയല്ല നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ കാണിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് പറയുന്നത് ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ ആരംഭത്തിൽ കാണുന്നു. അപ്പം അതും തകർത്ത് കളഞ്ഞു, റോമാക്കാര് അതിനും തകർത്ത് കളഞ്ഞു. പിന്നീടത്തെ ആലയമാരാ പണിതത്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് ദൈവത്തിന്റെ അത് തന്നെ കറക്റ്റ്. ഇന്നത്തെ ആലയം എന്ന് പറയുന്നത്, ഇന്ന് ആലയം എന്ന് പറയാൻ അക്ഷരികമായ ആലയമല്ല, ഇന്ന് നമ്മള് ദൈവത്തിന്റെ ആലയം. ഇന്നത്തെ ആലയം എന്ന് പറയുന്നത് നമ്മളാണ്. സഹോദരി ആരാ പറഞ്ഞെന്ന് ഞാൻ കേട്ടില്ല, ഒരു സഹോദരിയുടെ ശബ്ദമാണ് കേട്ടത്. ഇപ്പൊ ആലയം ഇല്ലല്ലോ എന്ന് പറയാം. പക്ഷെ ഉത്തരം പറഞ്ഞത് ചന്ദ്രൻ ബ്രദറാണ്. ദൈവത്തിന്റെ ആലയം നമ്മളാണ് ഇന്ന് ദൈവത്തിന്റെ ആലയം, അല്ലെങ്കിൽ ക്രിസ്തുവേശുവാണ് ഈ ആലയം പൊളിക്കാൻ. നിങ്ങൾ ഈ മന്ദിരം പൊളിക്കാൻ, ഞാൻ അതിനെ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറയുന്ന കർത്താവാണ് ആ മന്ദിരം. ആ മന്ദിരത്തോട് ചേർന്ന് നമ്മളും പണിയപ്പെടുകയാണ്. ഇപ്പോൾ ശരിയാ ആലയം എന്ന് പറയുന്നത് കർത്താവാണ് ആലയം. ആ ആലയത്തോട് ചേർന്ന് നമ്മൾ പണിയപ്പെടുകയാണ്. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകളായിട്ട് അവന് വലിയ ആരാധന കഴിക്കുവാൻ തക്കവണ്ണം ആലയമായിട്ട് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്രിസ്തുയേശു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആലയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. മൂലക്കല്ല് ക്രിസ്തു. ഇനി അത് ആണിക്കല്ലായിട്ട് വെളിപ്പെടും. ആണിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ കാലത്തെ ബിൽഡിങ്ങിന്റെ ഒക്കെ ഡോം പണിയുമല്ലോ. ഡോം പണിത് അതിന്റെ ഏറ്റവും മേളിൽ വന്നു കഴിയുമ്പോൾ ഒരു കോൺ ഷേപ്പിൽ ഒരു കല്ല് ഏറ്റവും മേളിൽ തറച്ചു കയറ്റും. അതാണ് ആണിക്കല്ല്. നമ്മുടെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, ആണിക്കല്ല്. ആണിക്കല്ല് നമുക്കാർക്കും കയറ്റാനൊക്കത്തില്ല. ആണിക്കല്ല് കയറ്റുന്നത് കർത്താവാണ്. അത് കർത്താവ് കയറ്റുമ്പോൾ അത് സഭയുടെ പണി പൂർത്തിയാകുന്നത് അതോടുകൂടെ പൂർത്തിയാകും. അവസാനത്തെ കല്ലായിട്ട് മൂലക്കല്ലായി തുടങ്ങിയവൻ ആണിക്കല്ല് കയറ്റി കഴിയുമ്പോൾ സഭ എന്ന മന്ദിരത്തിന്റെ പണി പൂർത്തിയാകും. ഇന്നേ ആർക്കും രക്ഷയില്ല. ഇന്നപ്പോ ആ മന്ദിരത്തിന്റെ പണി ക്രിസ്തു എന്ന സഭയോട് ആ മന്ദിരത്തോട് ചേർത്ത് പണി തുറന്നുകൊണ്ടിരിക്കുക. പശ്ചാത്തലം അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ സാമൂഹികവും സാമ്പത്തികവും തൊഴിൽപരവും ഒക്കെയുള്ള പശ്ചാത്തലവും ഒക്കെ ഏകദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി. ഇനി യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന പലസ്തീൻ നാടിനെ പറ്റി ചുരുക്കം ചില കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന പലസ്തീൻ നാടിന്റെ ഒരു മാപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ ക്ലാസ്സിലൊക്കെ ഈ പലസ്തീൻ നാടിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കേരളം പോലെ തെക്കുവടക്കായിട്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശം. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടല്, ഈ പലസ്തീൻ നാടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മെഡിറ്ററേനിയൻ സീ. പക്ഷെ ഒരൊറ്റ സംഗതിയുള്ളൂ, കേരളം ഇച്ചിരി പടിഞ്ഞാട്ട് ചരിഞ്ഞിരിക്കും, ഇദ്ദേഹം ഇച്ചിരി കിഴക്കോട്ട് ചരിഞ്ഞിരിക്കും. ഇതേ കണ്ട് കേരളം ഇച്ചിരി പടിഞ്ഞാട്ട് ചരിഞ്ഞ് ഇങ്ങനെ മേൽഭാഗം പടിഞ്ഞാട്ട് ചരിഞ്ഞിരിക്കുന്നു, പലസ്തീൻ നാട് ഇച്ചിരി മേൽഭാഗം കിഴക്കോട്ട് ചരിഞ്ഞിരിക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം രണ്ടിന്റെയും പടിഞ്ഞാറും കിഴക്കുമായിട്ട്
സോറി തെക്ക് വടക്കായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പലസ്തീൻ നാട്. കേരളത്തെ അങ്ങ് പറഞ്ഞുവിടാം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി. പലപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, യഹൂദിയ എന്ന് പറയുന്നത് നിങ്ങൾ തിരുവനന്തപുരം തൊട്ട് ഒരു എറണാകുളം വരെയൊക്കെ ചിന്തിച്ചു, അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ തൊട്ടൊരു മലപ്പുറം കോഴിക്കോട് വരെയൊക്കെ ശമരിയ ചിന്തിച്ചു, അതിനപ്പുറത്തോട്ടുള്ള കോഴിക്കോട് തൊട്ടങ്ങ് കാസർഗോഡ് വരെയൊക്കെ ഉള്ള പ്രദേശത്തെ ഗലീലയായിട്ട് ചിന്തിച്ചു എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പൊ അതിന് ഒരു കമ്പാരിസൺ വേണ്ടി ഞാൻ ഇതിവിടെ വെച്ചതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകാൻ. അത് കേരളത്തെ അങ്ങ് വിടാം. ഇതാണ് പലസ്തീൻ നാടിന്റെ ഒരു ഏകദേശ ചിത്രമാണ് നിങ്ങളുടെ മുൻപിൽ കാണിച്ചിരിക്കുന്നത്. പലസ്തീൻ നാടിന്റെ രാഷ്ട്രീയ സാഹചര്യം, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, രാഷ്ട്രീയ സാഹചര്യം. സാറേ അതിന്റെ പടിഞ്ഞാറ് കിഴക്ക് തെക്കാന്ന് പറയാം സാറേ. ഒരു മാപ്പിനകത്ത് പടിഞ്ഞാറ് ആരാ എന്നോട് ചോദിച്ചത്? ഞാൻ പഠിച്ച ബിഷപ്പൂർ കോളേജിൽ പഠിച്ച ഒരു ദേവദാസനാ ചോദിച്ചത്. അത് ശരിയാകത്തില്ല. മാപ്പിന്റെ പടിഞ്ഞാറ് ഭാഗം ഏതാണ്? പറഞ്ഞിട്ട് നിർത്തിയാൽ മതി. പാടത്തിന്റെ പടിഞ്ഞാറ് ഏതാണ്? ഏത് സൈഡാ? പടിഞ്ഞാറ് എന്ന് പറയുന്നത് മാപ്പിന്റെ ലെഫ്റ്റ് സൈഡ് പടിഞ്ഞാറ്, റൈറ്റ് സൈഡ് കിഴക്ക്, നോർത്ത് എന്ന് പറയുന്നത് മോൾ ഭാഗം നോർത്ത്, താഴ്ഭാഗം സൗത്ത്. അപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? സാറേ പറയൂ. മെഡിറ്ററേനിയൻ കടൽ. മെഡിറ്ററേനിയൻ കടല്. ഇനി കിഴക്കോട്ട് എടുത്തു കഴിഞ്ഞാല് നമുക്ക് കിടക്കുന്നു ഡെഡ് സീ, ചാവുകടൽ. വടക്കോട്ട് കിടക്കുന്ന യോർദാൻ നദിയാ. ഇതാ ഗലീലക്കടൽ, സീ ഓഫ് ഗലീലി. മേലോട്ട് പോയാൽ ഹൂള തടാകം, അതായത് ലെബനോൻ പർവ്വത നിരകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. ആദ്യം ഒരു ചെറിയ തടാകം, പിന്നെ തെക്കോട്ട് വന്നു കഴിയുമ്പോൾ ഗലീല കടൽ എന്ന് പറയുന്ന 24 മൈൽ വടക്ക് തെക്കുവടക്കായിട്ടും 11 മൈല് കിഴക്ക് പടിഞ്ഞാറായിട്ടും വലുപ്പമുള്ള ഒരു വലിയ തടാകം. അതാണ് ഗലീല കടൽ. അത് തെക്കോട്ട് ഒഴുകി വന്ന് ഈ ചാവുകടലിൽ അവസാനിക്കുകയാണ്, ഡെഡ് സീ. ലോകത്തിന്റെ സമയത്ത് ഇത് വീണ, എന്താ പറയുന്നത്, സൾഫറൊക്കെ കത്തി വീണ സ്ഥലം, അതാണ് ഡെഡ് സീ. അവിടെ പോയിട്ടുള്ളവർക്ക് അതിനെ പറ്റി അറിയാം. ഓക്കെ, പടിഞ്ഞാറും കിഴക്കൊക്കെ മനസ്സിലായോ? ചോദിച്ച ആളൊന്ന് പറയൂ, മനസ്സിലായോ? മനസ്സിലായി. യേശുവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ 5 മിനിറ്റ് നിർത്താം. അതായത് 1-ാം നൂറ്റാണ്ടിൽ പലസ്തീൻ ഭൂപ്രദേശങ്ങൾ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ ഒരു പ്രവിശ്യയായിരുന്നു. 63 BC-യിൽ റോമൻ ജനറൽ ആയിരുന്ന പോംബി യെരുശലേമിൽ റോമൻ ഭരണം സ്ഥാപിച്ചു. അതിനു മുമ്പ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, 168 BC-യിലേക്ക് ചരിത്രം പറഞ്ഞില്ലേ. 168 BC തൊട്ട് റോമാക്കാരുടെ അവരുടെ ഇൻഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. എന്നാൽ 63 BC-യിൽ റോമൻ ജനറൽ ആയിരുന്ന പോംബി യെരുശലേമിൽ റോമൻ ഭരണം, യെരുശലേം പിടിച്ചെടുത്തുകൊണ്ട് അവിടെ ഭരണം സ്ഥാപിച്ചു. അന്നു മുതൽ റോമൻ ഭരണത്തിന് കീഴിൽ ഒരു പ്രവിശ്യയായിരുന്നു പലസ്തീൻ നാട്. BC 43-ൽ അഗസ്റ്റസ് സീസർ, ഒക്ടേവിയന്റെ അങ്കിളായിരുന്നല്ലോ ജൂലിയസ് സീസർ. 45-ൽ BC 45-ൽ ജൂലിയസ് സീസർ പോംബിയെ പരാജയപ്പെടുത്തി. ജൂലിയസ് സീസർ അധികാരത്തിൽ വന്ന് അദ്ദേഹം തന്റെ സാമ്രാജ്യത്തിന്റെ കീഴക്കുള്ള ഏഷ്യ മൈനർ, സിറിയ, പലസ്തീൻ, ഈജിപ്ത് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഭരണം നടത്താൻ നാടുവാഴികളെയാക്കി, ഗവർണർമാരെയാക്കി. അതിനുശേഷം 43-ൽ അഗസ്റ്റസ് സീസർ വരുന്നു. അഗസ്റ്റസ് സീസർ അല്ലെങ്കിൽ ഒക്ടേവിയൻ ഗലീലി, പെരിയ, ശമരിയ എന്നിവ ഉൾപ്പെട്ട യഹൂദിയയുടെ രാജാവായി ഹെരോദാവിനെ നിയമിച്ചു. ഹെരോദ് ദ ഗ്രേറ്റ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭരണകാലഘട്ടത്തിൽ, ഐഹിക ജീവിത കാലഘട്ടത്തിൽ പലസ്തീനും പരിസര പ്രദേശങ്ങളും ഹെരോദാവിന്റെ ജനനവേളയിൽ ഹെരോദ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന മഹാനായ ഹെരോദാവിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ഹെരോദാവിനെ ആരാ നിയമിച്ചത്? ഒക്ടേവിയൻ അല്ലെങ്കിൽ അഗസ്റ്റസ് സീസറാണ്. അദ്ദേഹം അദ്ദേഹത്തെ പറയുന്നുണ്ട്, ഹെരോദാവിനെ പറ്റി പറയുന്നുണ്ട്. ഹെരോദാവിന് ശേഷം ഹെരോദാവിന്റെ ഭരണത്തിന് കീഴിലായിരുന്ന ആ പ്രദേശം ഹെരോദിയൻ ടെട്രാർക്കി, അതായത് റോം ആ പ്രദേശങ്ങളെ വിഭജിച്ച് ഹെരോദാവിന്റെ മക്കളായിരുന്ന അർക്കലിയോസ്, അന്തിപ്പാസ്, ഫിലിപ്പ് എന്നിവരെ ഏൽപ്പിച്ചു.
കേൾപ്പിച്ച പ്രദേശങ്ങളെ പറ്റി ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഹെരോദാവിന്റെ ഒരു സഹോദരി ശലോമിക്ക് അഷ്ദോദും അസ്കലോനും കൊടുത്തു. ഈ പ്രദേശങ്ങൾ നോട്ട് ചെയ്യുക. അതിന്റെ മാപ്പ് നിങ്ങൾക്ക് കാണാം. മാപ്പ് നിങ്ങൾ വേണേൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ആ കളറ് നോക്കിയാൽ മതി. അർക്കലിയോസ്, ശമരിയ, ജൂദിയ, ഇദുമിയ. ശമരിയ, ജൂദിയ, ഇദുമിയ ഈ പ്രദേശങ്ങള് ഹെരോദ് അർക്കലിയോസ്. അപ്പൊ നമ്മുടെ ബേത്ലഹേം ഒക്കെ ഹെരോദ് അർക്കലിയോസിന്റെ ആ പ്രദേശത്തായിരുന്നു. അന്തിപ്പാസ് ഭരിച്ചത് ഗലീലിയും പിന്നെ യോർദാന് കിഴക്കുള്ള ഈ പെരിയ എന്ന് പറയുന്ന ആ പ്രദേശവും അന്തിപ്പാസ് ഭരിച്ചു. ഹെരോദ് ഫിലിപ്പ് ഭരിച്ചത് ഇത്തൂരിയ ട്രക്കോനിറ്റീസ് എന്നീ പ്രദേശങ്ങൾ ഹെരോദ് ഫിലിപ്പ് ഭരിച്ചു. ശലോമി ഭരിച്ചത്, ഹെരോദാവിന്റെ സഹോദരിയായ ശലോമി ഭരിച്ചത് അഷ്ദോദും അസ്കലോനുമായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ജനിച്ച് വളരെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഹെരോദ് ദ ഗ്രേറ്റ് മരിച്ചതായിട്ട് മത്തായിയുടെ സുവിശേഷം 2:14-15 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ അവൻ മരിച്ച ശേഷം അവന്റെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ അവന്റെ മക്കൾക്കും അവന്റെ സഹോദരിക്കുമായിട്ട് വിഭജിച്ചു കൊടുത്തതായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇന്നിത്ര മതി അല്ലേ? ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോ. സർവവ്യാപി എന്ന് സാറ് നമ്മളെ പഠിപ്പിച്ചില്ലേ? അതെ അതെ. അതിന് ഒരു റെഫറൻസ് ഞാൻ പറഞ്ഞോട്ടെ. പറയൂ. 23:24. ഏതാ? ഇരമ്യാ പ്രവചനം 23:24. യേശുവിനെ പറ്റി പറയുന്നുണ്ടോ? അല്ല, ദൈവത്തെ കുറിച്ച്. പിതാവ് പുത്രനും ഒന്നാണല്ലോ. ഞാൻ കാണുന്ന ആർക്കെങ്കിലും മറ്റു കൊടുക്കാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലയോ? അതെ അതെ, അത് മനസ്സിലായി. ദൈവത്തിന്റെ ഡിവൈൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞ അതിനകത്ത് വരുന്നതാണ്. നിങ്ങൾ A.W. ടോസറിന്റെ ഒരു 2 വോളിയം ബുക്ക് ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. അത് വലിയ വിലയൊന്നുമില്ല, വല്ല 100-150 രൂപ ആയിരിക്കും. എത്ര ഞാൻ പണ്ട് മേടിച്ചതാണ്. അതിനകത്ത് ഡിവൈൻ ആട്രിബ്യൂട്ട്സ് പറയുന്നുണ്ട്. അതിന് ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങൾ ഒത്തിരി എണ്ണം പറയുന്നുണ്ട്. നീതിയാണ്, സ്നേഹമാണ്, ഇതെല്ലാം അതിൽ വരുന്നതാണ്. അപ്പൊ അതിലാണ് ഈ സർവ്വവ്യാപി എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. സർവ്വവ്യാപി ഒരു മറ്റൊരർത്ഥത്തിൽ കൂടെ എനിക്കത് പറയാനുണ്ട്. അപ്പം അവിടെ യിരെമ്യാവ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ പറ്റി സർവ്വവ്യാപി എന്ന് പറഞ്ഞിരിക്കുക. ഞാൻ എന്താണ് പറഞ്ഞത്? യേശു ദൈവമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി യേശുവിന് ആ ദിവ്യ സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ദിവ്യ സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത്. ദിവ്യ സ്വഭാവങ്ങൾ, ദൈവത്തിൻ്റെതായ ഗുണവിശേഷങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു, അതാ പറഞ്ഞത്. ദിവസം പറഞ്ഞ വാക്യത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അത് ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞിരിക്കുക. യേശു ദൈവമാണെന്ന് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ആണെന്ന് തെളിയിക്കാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് നമ്മൾ പറഞ്ഞത് ആ ദൈവിക ഗുണവിശേഷങ്ങൾ, അതായത് സോവറിറ്റി, ഒംനീഷ്യൻസ്, ഓംനിപൊട്ടൻസ്, ഓംനിപ്രസൻസ്, ഇതെല്ലാം യേശുവിനും ഉണ്ടായിരുന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോഴും ഉണ്ടായിരുന്നു. അതിനെനിക്ക് തെളിവ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്, ഞാൻ വിചാരിച്ചു യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വാക്യമായിരിക്കും പറയാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചത്. ഞാൻ അന്നേരം പറഞ്ഞത് മറ്റൊരു വാക്യമായിരുന്നു. നദനയേലിനെ കണ്ട യേശു, നദനയേലിരിക്കുന്നിടത്ത് യേശു തന്റെ ദിവ്യത്വത്തിൽ താൻ നദനയേലിനെ കണ്ടിരുന്നു. അതുകൂടാതെ പടകില് തണ്ടുവലിച്ച് വലയുമ്പോൾ യേശു ശിഷ്യന്മാരെ അയക്കുന്നതിന് മുമ്പേ യേശു മലയിലേക്കാണ് കയറിപ്പോയത്. ശിഷ്യന്മാര് പോയി, അവരൊരു ലോങ് ഡിസ്റ്റൻസ് പോയി. പക്ഷെ അവര് പടകിൽ തണ്ടുവലിച്ച് വലയുന്നത് കാണുമ്പോൾ യേശു ആ മലയിലിരിക്കുമ്പോഴും കാണുക. യേശു ബൈനോക്കുലർ ഒന്നും കൊണ്ടല്ല കയറിപ്പോയിരിക്കുന്നത്. യേശു ദൈവം സർവ്വവ്യാപി ആയതുകൊണ്ട് കാണുകയും നിമിഷ നേരം കൊണ്ട് അവിടെ എത്തുകയും ചെയ്യുന്ന ആ യേശു താൻ പൂർണ്ണ യഥാർത്ഥ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ തനിക്ക് സാധിക്കുന്നു. മനുഷ്യൻ എന്നുള്ള നിലയിൽ സർവ്വവ്യാപിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയുവാൻ സാധിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അത് മാത്രമല്ലാതെ വേറൊരു വാക്യം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ ഒരു വാക്യം. യേശു എന്ന ആ അവതാരത്തിൽ താൻ ഇവിടെ ആയിരുന്ന ആ ഇഹിക ശുശ്രൂഷ കാലഘട്ടത്തിലെ കാര്യമാണ് എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത്. അവിടെ നമുക്ക് പറയുമ്പോൾ 3-ാം അധ്യായം യോഹന്നാൻ 3:13 ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ അപ്പോഴും താൻ ആകാശവും ഭൂമിയും സ്വർഗം എല്ലാം നിറഞ്ഞു നിൽക്കുന്നവനാണ് എന്നുള്ള
ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാം. സർവ്വവ്യാപി എന്നുള്ളതിലേക്ക് ദേവദാസൻ പറഞ്ഞ ദൈവം എന്നുള്ള നിലയിൽ താൻ സർവ്വവ്യാപി. ഇനി സർവ്വവ്യാപി എന്ന ദൈവത്തെ പറ്റി പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പുസ്തകത്തിൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതിൽ അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നല്ല ഒരു കാര്യം, എനിക്ക് അത് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദൈവം സർവ്വവ്യാപി എന്ന് പറയുമ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ചന്ദനത്തിരി കത്തി അതിന്റെ ആ സ്മെല്ല് സ്പ്രെഡ് ആകുന്നത് പോലെ ഇങ്ങനെ സ്പ്രെഡായി നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ആ പ്രപഞ്ചത്തെക്കാൾ ചെറുതെന്ന് പറയുന്നത് ഈസ് കണ്ടെയ്നിങ് എവരിതിങ്, എല്ലാം അവനിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിൽ ഈ പ്രപഞ്ചമെല്ലാം ഉൾക്കൊണ്ട് അടങ്ങി നിൽക്കുന്നു. ആ നിലയിൽ സർവ്വവ്യാപി എന്നുള്ളതിനേക്കാൾ ഇച്ചിരൂടെ വലിയ നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാത്തിനെയും താൻ ഉൾക്കൊള്ളുക, തന്നിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ പറയാനുണ്ട്. സമയം പോയതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. ദേവദാസൻ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു വായിക്കുന്ന പഠിക്കുന്ന സഹോദരങ്ങളുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പ്രാർത്ഥിച്ചാൽ മാത്യു അൺമ്യൂട്ട് ചെയ്തിട്ട് ായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി നന്ദിയോട് അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തിരുവചനം പഠിപ്പാനായിട്ട് നൽകി തന്ന സമയത്തിനായും സാവകാശത്തിനായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, അങ്ങയെക്കുറിച്ച് അങ്ങയുടെ വചനത്തെ കുറിച്ചൊക്കെയും പഠിക്കുമ്പോൾ ഞങ്ങളുടെ